തൗഹീദ് പ്രപഞ്ചത്തിലെ ദുന്യാവിലെ ഏറ്റവും വലിയൊരു ശക്തിയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്വീപ്പുണ്ടായാൽ വേഗം പള്ളിക്കെന്ന് ഒരു ബാങ്കാണ് കൊടുക്കും. ബാങ്ക് അള്ളാഹു അക്ബർ എന്നുറക്കെ പ്രഖ്യാപിക്കുകയാണ്. അവ്വലുമൻ ഖാലഹ സയ്യിദുന ഇബ്രാഹിം എന്നാണ്. ആദ്യമായി അള്ളാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ച ആൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമായിരുന്നു. ഈ ഉമ്മത്തിന് ഏറ്റവും കൂടുതലായ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ആരംഭിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതലാണ്. 2 കാലുകൊണ്ട് ദൈവത്തിൻ്റെ മാർഗത്തിൽ ഏറ്റവും കൂടുതൽ നടന്ന ആൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണെന്നാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബിയെ ഒറ്റയാൾ പട്ടാളം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഇബ്രാഹിം കാന ഉമ്മത്തൻ വാഹിദ. ഉമ്മത്ത് പറഞ്ഞാൽ ഒരു സംഘം എന്നാണ്, വാഹിദ് എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് എന്നാണ്. ഉമ്മത്തും വാഹിദ എന്നുള്ളതിൻ്റെ മലയാളമാണ് ഒറ്റയാൾ പട്ടാളം എന്നത്. ലോകത്തൊരുപാട് അമ്പിയാക്കൾ വന്നു. അവരൊക്കെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട അഫ്ളലായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹയാണെന്ന് പറഞ്ഞു. അതേസമയത്ത് തൗഹീദ്, ഈമാന് തുടങ്ങിയ കാര്യങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇപ്പം നമ്മൾ പറയുന്ന തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളതാണ്. വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിലും അത് വരണമെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളത് ഉണ്ടായിരിക്കണം. കാരണം ഈമാൻ എന്നത് മസ്തിഷ്കബന്ധിതമായ ബുദ്ധിയിൽ ഒതുങ്ങുന്നൊരു സാധനമല്ല. കാഫിര്യങ്ങളെക്കുറിച്ച് പറഞ്ഞോട് തന്നെ ലഹും ഖുലൂബുല്ലാ യഅഖിലൂന ബിഹാ എന്നാണ്, ലഹും റുഊസുല്ലാ യഅഖിലൂന ബിഹാ എന്നല്ല. അതായത് മനുഷ്യന് മസ്തിഷ്കബന്ധിതമായ ചിന്തയുണ്ട്, ഹൃദയബന്ധിതമായ ചിന്തയും ഉണ്ട്. ബന്ധിതമായ ചിന്തയിൽ ഈമാൻ ഒതുങ്ങി കിട്ടൂല. അതുകൊണ്ട് ആലോചിച്ചിട്ട് മുസ്ലിം ആകുക എന്നുള്ളത് ആർക്കും ഉണ്ടാവില്ല എന്ന് പറയാൻ നമുക്ക് പറ്റൂല, എന്നാലും ഉണ്ടാവില്ല എന്നതാണ് ശരി. അപൂർവമായി ആർക്കെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് ദീനുൽ ഇസ്ലാമിനെ കിട്ടിയേക്കാം. ഇസ്ലാം ദീന് കിട്ടിയ ആൾക്കാർക്കൊക്കെ മുഹമ്മദ് നബിനെ കിട്ടിയപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഒപ്പം ഈമാൻ കിട്ടിയതാണ്. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത എന്താകുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം മുഹമ്മദ് നബിയുടെ പ്രത്യേകതയെ മനസ്സിലാക്കി എന്നതാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത എന്നതാണ്. അത് എത്രത്തോളം ഒരാൾക്ക് മനസ്സിലായിട്ടുണ്ടോ അതിനനുസരിച്ച് ഈമാൻ ഉണ്ടാവും. എത്രത്തോളം ഒരാൾക്ക് മനസ്സിലായാൽ കുറവുണ്ടോ അതിനനുസരിച്ച് ബാക്കിയുള്ളതൊക്കെ വരും. കുറേ കാര്യങ്ങളാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. നിരീശ്വരവാദമുണ്ട്, യുക്തിവാദമുണ്ട്, ലിബറലിസമുണ്ട്, സർവമത സത്യവാദമുണ്ട്, സ്ത്രീ പക്ഷപാതമുണ്ട്. നാളെ ആശുപത്രി ചെന്നപ്പോൾ അയാൾ പറഞ്ഞു അത് രക്തവാദ ഇക്കാരം എന്ന് പറഞ്ഞു, കാലിൻ്റെ മുട്ടിന് വേദനയായിട്ട്. അപ്പോൾ അത് വരെ വാദമാണ്, മൊത്തത്തിൽ വാദമാണ്. അപ്പോൾ ഈ വാദങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ളതാണ്. നമുക്ക് ആദ്യം എല്ലാറ്റിനെയും ഒതുക്കാവുന്ന ഒരു അസ്ല് പറഞ്ഞ് പിന്നെ സമയത്തിനനുസരിച്ച് ബാക്കിയുള്ളതൊക്കെ അങ്ങനെ അല്പാൽപമായി പരിശോധിക്കുകയും ചെയ്യാം. ആദ്യം പറയാനുള്ളതും അവസാനം പറയാനുള്ളതും ഒരേ കാര്യമാണ്. ഇതൊക്കെ പറഞ്ഞാലും ഈമാണ്ടാണെങ്കിൽ ഒരു കാര്യം ഉണ്ടായാൽ തന്നെ ഉണ്ടാവുള്ളൂ, മുത്തുനബിനോടുള്ള താല്പര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുണ്ടെങ്കിൽ ബാക്കിയൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ബാക്കിയുള്ള വർത്താനമൊക്കെ അതിനെ തഈദ് ചെയ്യുന്നതിനും ബലപ്പെടുത്തുന്നതിനും വേണ്ടിയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് നേരെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, നബിയെ നിങ്ങളെ അള്ളാഹു നബിയാക്കി നിയോഗിക്കുന്നതിൻ്റെ 5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സയ്യിദത്തുന ഖദീജ, ഉമ്മുന ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു. അതിനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖദീജ ബീവിയും വറഖത്ത് ബിൻ നൗഫലും കുടുംബക്കാരാണ്, എളാപ്പ മുത്താപ്പ മക്കളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ഖദീജ ബീവി വറഖത്ത് ബിൻ നൗഫലിനെ എപ്പോഴും കാണൽ പതിവുണ്ട്, സംസാരിക്കലും പതിവുണ്ട്. പ്രായം കൂടുതലുള്ള ആളാണ് വറഖത്ത് ബിൻ നൗഫൽ. പൂർവ്വകാല വേദങ്ങൾ പഠിച്ചിട്ടുള്ളൊരു പണ്ഡിതനാണ്. ഒരിക്കൽ വറഖത്ത് ഖദീജ ബീവിയോട് പറഞ്ഞു റളിയല്ലാഹു അൻഹ, അവസാനത്തെ പ്രവാചകൻ നമ്മളെ നാട്ടിലാണ് വരിക, എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് അദ്ദേഹം ജനിച്ചിട്ടുണ്ടെന്നാണ് എന്ന് പറഞ്ഞു.
അപ്പോൾ ഖദീജ ബി റളിയല്ലാഹു അൻഹ ഈ നാട്ടിൽ നബിയാകാൻ പറ്റിയ ആരാണുള്ളത് എന്നൊന്ന് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പൈസൻ്റെ ആൾക്കാരും ഉണ്ട്, കച്ചവടമുള്ള ജോലിക്കാരുണ്ട്, ഇഷ്ടംപോലെ പൈസയുണ്ട്. അതുകൊണ്ട് അതൊന്ന് പരിശോധിക്കാൻ വേണ്ടി ആളെ ഏർപ്പാട് ചെയ്തു. മക്കത്ത് ഓരോ മനുഷ്യന്മാരെ അരിച്ച് പെറുക്കി തെരഞ്ഞു. അബൂജാഹിൽ പറ്റൂല, അബൂ സുഫിയാൻ പറ്റൂല. ഇങ്ങനെ ഓരോരുത്തരെയും പഠിച്ചു നോക്കുമ്പോൾ പറ്റണ ഒരാളെ കിട്ടി. അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടി അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ മുഹമ്മദിനെ പറ്റും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മനസ്സിലായി. ഞാൻ ഒന്ന് ഉറപ്പിക്കാൻ എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് നടക്കുമ്പോൾ അബൂ താലിബിന് ഒരു ദിവസം വൈക്കന്ന് കണ്ടു. അബൂ താലിബിനോട് പറഞ്ഞു, ഞാനിങ്ങനെ കച്ചവടത്തിന് ആൾക്കാരൊക്കെ പറഞ്ഞയക്കുമ്പോൾ കുറച്ച് പുതിയ ആൾക്കാരെയും കൂടിയും പറഞ്ഞയക്കണം എന്നൊരു ഉദ്ദേശമുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങളുടെ അഞ്ചൻ്റെ മകൻ അബ്ദുള്ളാൻ്റെ മകൻ മുഹമ്മദിനൊന്ന് പറഞ്ഞയച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആണുങ്ങളെ കൂലി കൊടുത്തോളാറുണ്ട്. ഒരാണിൻ്റെ കൂലിയാണ് സ്ഥിരം കൊടുക്കുക, ഇത് 2 എണ്ണം കൊടുത്തോളാറുണ്ട്. അബൂ താലിബ് വീട്ടിൽ ചെന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മോനെ ഖദീജ ഇങ്ങനെ കച്ചവടത്തിന് ആളൊക്കെ പറഞ്ഞയക്കുന്നുണ്ട്, പുതിയ ആൾക്കാരൊക്കെ എടുക്കുന്നുണ്ട്, എനിക്ക് പറ്റുമെങ്കിൽ ഒന്ന് പോയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ഒജീനം കഴിക്കാമല്ലോ. ഈ അബൂ താലിബ് സന്താനങ്ങൾ അധികരിച്ച ആളും സമ്പത്ത് കുറഞ്ഞ ആളുമാണെന്ന് നമ്മുടെ മദ്രസയിലെ പാഠപുസ്തകത്തിലുണ്ട്. ഒരുപാട് സന്താനങ്ങളുണ്ട്, മക്കളും പേരക്കുട്ടികളായിട്ട് പേര നിറച്ച ആൾക്കാരുണ്ട്. തമാശക്ക് പറയലുണ്ട്, ഒരു സ്കൂൾ തുടങ്ങാനുള്ള ആൾക്കാർ പേരെ തന്നെ ഉണ്ട്. എന്നാൽ സമ്പത്ത് അതിനനുസരിച്ചില്ല, കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം കിട്ടുകയാണെങ്കിൽ ഒരു ഉഷാറാണ് എന്നുള്ള നിലയിൽ മുഹമ്മദിനോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളത് കേട്ടേക്കിന് എന്നാൽ ഒന്ന് പോയി നോക്കാൻ കരുതിയിട്ട് അങ്ങനെ ഖദീജ ബീവിനെ കാണാൻ വേണ്ടി പോയപ്പോൾ തട്ടുള്ള പെരയാണ് അക്കാലത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പെര. ഖദീജ ബീവിൻ്റെ പെരൻ്റെ മേലെ തട്ടിൻ്റെ മേലെ മച്ചിലിരുന്ന് നബി തങ്ങൾ വരുന്നത് കണ്ടപ്പോൾ സന്തോഷമായി. അങ്ങനെ ഇൻ്റർവ്യൂ ഇല്ലാതെ സെലക്ഷൻ കൊടുത്തു, ചോദിക്കാനും പറയാനൊന്നുമില്ല, അപ്പം തന്നെ തിരഞ്ഞെടുത്തു. അങ്ങനെ നബി തങ്ങൾ കച്ചവടത്തിന് പോവുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കച്ചവടത്തിന് പോകുമ്പോൾ മൈസറത്തിനെയും കൂടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അഡീഷണലായിട്ട്. സാധാരണ പോണ ആൾക്കാരൊക്കെ വേറെ ഉണ്ട് കേട്ടോ. നബി തങ്ങളും കച്ചവടം ചെയ്യണ്ട, മൈസറത്തും കച്ചവടം ചെയ്യണ്ട. നബി തങ്ങൾക്ക് മൊത്തത്തിലൊരു നേതൃത്വം കൊടുത്താൽ മതി, നിർദ്ദേശങ്ങളൊക്കെ കൊടുത്താൽ മതി. കച്ചവടം ചെയ്യാൻ എല്ലാ പ്രാവശ്യവും പോണ ആൾക്കാരൊക്കെ ഒപ്പം പോരുന്നുണ്ട്, ഓരോ ഒഴിവാക്കിയിട്ട് നബിനാക്കിയതല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മൈസറത്തിനുള്ള ഡ്യൂട്ടി എന്താ? മൈസറത്ത് ആണാണ് കേട്ടോ, അവസാനം എന്ന് കണ്ടുകൊണ്ട് പെണ്ണാന്ന് ചില കുട്ടിയൊക്കെ തോന്നലുണ്ട്, ആണാണ്. ഹംസത്ത് എന്നൊക്കെ പറഞ്ഞ ആണ് തന്നെയാണല്ലോ, അതേമാതിരി. അപ്പം മൈസറത്തിനുള്ള ജോലി എന്താ വെച്ചാൽ, ഈ യാത്രയിൽ എന്തെങ്കിലും അത്ഭുത സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് പ്രത്യേകം നോക്കി മനസ്സിലാക്കിയിട്ട് വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ തിരിച്ചു വന്നാൽ ഖദീജ ബീവിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഡയറി എഴുത്താണ് ഇവരുടെ ജോലി. അതാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഒപ്പം അങ്ങനെ പോവുകയാണ്. പോകുമ്പോൾ യാത്രയിൽ അത്ഭുതങ്ങൾ മാത്രമേ ഉള്ളൂ. മേഘങ്ങൾ നിഴലിട്ട് കൊടുക്കുക, നബി നടക്കണേന് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ച് മേഘങ്ങൾ ഇങ്ങനെ പോവുക. മരച്ചോട്ടിൽ വിശ്രമിക്കാനിരുന്നപ്പോൾ പുരോഹിതൻ വന്ന് ഇത് അവസാന പ്രവാചകനാണെന്നറിയിക്കുക. 2 വളരെ അത്ഭുതകരമായ സംഭവങ്ങൾ കച്ചവടമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി എന്നാണ്. സാധാരണ ഒരു സാധനം ഒരാൾ വിൽക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞിട്ട് വിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കച്ചവടം അതിൻ്റെ ദോഷം പറഞ്ഞിട്ടാണ് വിറ്റ്. ഇപ്പം നമ്മൾ ഈ ഫോണ് കച്ചവടമാക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗുണമാണല്ലോ പറയുക. ഇതിങ്ങനെ S24 എന്ന് പറയുന്ന ഫോണാണ്, ഇത് ഐഫോണിൻ്റെ നേരെ 5-നാണ്, ഒരേ പെരയിലാണ് താമസം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതിൻ്റെ ഗുണമാണ് പറഞ്ഞിട്ടാണ് ഇത് കൊടുക്കുക. അങ്ങനെയാണ് സാധാരണ ഒരു കച്ചവടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ഓപ്പോസിറ്റാണ് പറഞ്ഞത്. ഇതിൻ്റെ ഹീറ്റ് കൺട്രോൾ ചെയ്യുന്ന കോയിൽ അലൂമിനിയം ആയതുകൊണ്ട് ഇത് വേഗം ചൂടാവും, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതി എന്നുള്ളതാണ്. അങ്ങനെ ഇതിൻ്റെ കൊണ്ടോണ സാധനങ്ങളുടെ നെഗറ്റീവ് പറഞ്ഞിട്ടാണ് കച്ചവടം. എന്നിട്ട് അതാണ് ഒരത്ഭുതം. രണ്ടാമത്തെ അത്ഭുതം, അങ്ങനെ പറഞ്ഞ് വിറ്റിട്ട് തന്നെ മാർക്കറ്റിലെത്തുന്നതിൻ്റെ മുമ്പ് സാധനം കഴിഞ്ഞു. വൈക്കം തന്നെ കച്ചവടമായി എന്നർത്ഥം. കൊണ്ടുപോയ സാധനങ്ങൾ ചന്തയിലെത്തുന്നതിൻ്റെ മുമ്പ് തീർന്നതിനാൽ കയ്യിലുണ്ടായിരുന്ന പൈസക്ക് മക്കത്തില്ലാത്ത സാധനം അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങി. എന്നിട്ട് ആദ്യമായിട്ട് നാട്ടിലേക്ക് ഇങ്ങോട്ട് പോന്നു. അങ്ങനെ നാട്ടിലെത്തിയപ്പോഴേക്ക് ഈ സാധനം വിറ്റു തീർന്നതിനാൽ വർദ്ധിച്ച ലാഭം ലഭിച്ചു. ഖദീജ ബീവി പറഞ്ഞതിൻ്റെ ഇരട്ടി ശമ്പളം കൊടുത്തു. ആദ്യം പറഞ്ഞതിൻ്റെ ഇരട്ടിയാണ് കൊടുത്തത്, അതിൻ്റെ ഇരട്ടിയാണ്.
ഈ വിവരം മുഴുവനും മൈസറത്ത് ഖദീജ ബിയോട് പറഞ്ഞപ്പോൾ ഉറപ്പായി ഇത് നമ്മളാ തരുന്ന ആൾ തന്നെയാണ് എന്ന്. സ്വാഭാവികമാണ്, നുബുവത്തിൻ്റെ നൂറാനിയത്ത് ഒരാളിൽ കണ്ടാൽ അയാൾക്ക് ശരീരവും മനസ്സും സമ്പത്തും അർപ്പിക്കണമെന്ന തീരുമാനം ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ഖദീജ ബിക്ക് ഉണ്ടായതാണ് കല്യാണാലോചന. അല്ലാതെ ഞമ്മക്കിങ്ങനെ തോന്നും ചിലപ്പം പറഞ്ഞു കേട്ടാൽ അതിങ്ങനെ ഏതോ മരത്തിൻ്റെ ചോട്ടിലിങ്ങനെ ഇരുന്ന് കണ്ട് ചുറ്റി കഴിച്ചപ്പോൾ തോന്നിയതാണ് എന്ന്. നുബുവത്തിൻ്റെ നൂറാനിയത്ത് ഉറപ്പെന്ന് തോന്നിയപ്പോൾ ഇനി ആ മനുഷ്യന് സമ്പത്ത് അർപ്പിക്കണം, ശരീരം അർപ്പിക്കണം, റൂഹും അർപ്പിക്കാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ, ഭാര്യയാകുക. അതുകൊണ്ട് അതിനെന്തേലും വഴിയുണ്ടോ എന്നുള്ളത് ആലോചിച്ചിട്ട് അതിനുള്ള ശ്രമങ്ങൾ നടത്തി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണിയായി കടന്നു വന്നു. എന്നിട്ട് കുറേ കാലം കഴിഞ്ഞ് ഇസ്ലാമൊക്കെ ഉണ്ടായി പ്രബോധനമൊക്കെ തുടങ്ങിയതിൻ്റെ ശേഷം ഒരു ദിവസം പറഞ്ഞതാണ്, നബിയെ നിങ്ങൾ അള്ളാഹു നബിയാക്കണതിൻ്റെ 5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാണെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മുഹമ്മദ് നബി കൽബിൽ കയറുന്നതിൻ്റെ പേരാണ് ശരിക്ക് ഈമാന് എന്ന് പറഞ്ഞത്. അതണ്ട് കയറിയിട്ടുണ്ടോ ഈമാൻ അവിടെ നിൽക്കും. അപ്പോൾ ബാക്കിയുള്ള പഠനങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ്. സംവാദങ്ങൾ വളരെ നല്ല തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ സംവാദം കൊണ്ട് ആരും ഇസ്ലാമിക്ക് വരുമൊന്നുമില്ല. ഉള്ളവർക്ക് ഉറക്കാൻ പറ്റും, ഉള്ള ആൾക്കാർക്ക് ഈമാൻ ഉറക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പറ്റും. അതേ സമയത്ത് ആവശ്യമുള്ള തന്നെയാണ്, നമ്മളതിനെ മോശമാക്കൊന്നും വേണ്ട. പക്ഷെ അതിന് 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, അഗാധമായ ജ്ഞാനം, അറിവുണ്ടായിരിക്കണം. രണ്ടാമത്തേത് കൂർമ്മ ബുദ്ധി ഉണ്ടായിരിക്കണം. മൂന്നാമത്തേത് ഇന്നത്തെ കാലത്തൊക്കെ സംവാദം നടത്തണമെങ്കിൽ അത്യാവശ്യം പൈസയും കൂടി വേണം, എന്നാലേ നടക്കുള്ളൂ. അങ്ങനെ 3 കാര്യങ്ങൾ അതിനുണ്ടായിരിക്കണം. വേണ്ട തന്നെയാണ്, വളരെ ഉഷാറാണ്. സംവാദം നടക്കണമെങ്കിൽ ആദ്യം വാദം ഉണ്ടാവണം, അല്ലാതെ സംവാദം നടക്കൂലല്ലോ. വാദം ഉണ്ടെങ്കിലാണ് സംവാദം നടക്കുക. ഒരാൾ ഇപ്പോൾ പകലാണെന്ന് വാദിക്കുന്നു, വേറൊരാൾ അല്ല ഇപ്പോൾ രാത്രിയാണെന്ന് വാദിക്കുന്നു. ഒരേ സാധനത്തിൽ 2 വാദം ഉണ്ടെങ്കിൽ ഒരാൾ അള്ളാഹു ഉണ്ട് എന്ന് വാദിക്കുന്നു, ഒരാൾ അള്ളാഹു ഇല്ല എന്ന് വാദിക്കുന്നു, സംവാദം ഉണ്ടാവും. ഒരാൾ അള്ളാഹു ഉണ്ട് എന്ന് വാദിക്കുന്നു, മറ്റൊരാൾ അള്ളാഹു ഉണ്ടോ ഇല്ല എന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ സംവാദം നടക്കൂല. ഒരു വാദവും അതിനൊരു എതിർവാദവും ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് സംവാദം നടക്കുക. അല്ലെങ്കിൽ വെറുതെ കൊണ്ട് വർത്തമാനം പറയാൻ പോയിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ്. പേര് മാറിയതുകൊണ്ടും സംവാദം നടക്കൂല. ഇപ്പം അത് പകലാണ്, വേറൊരാൾ പറഞ്ഞു അല്ല രാത്രിയാണ് എന്ന്. അപ്പം നമ്മൾ പറഞ്ഞു കണ്ടില്ലടാ ലൈറ്റ് കണ്ടില്ലേ, അതന്നെയല്ലേ ഞാൻ പറഞ്ഞത് രാത്രിയാണ് എന്ന്. എന്നാണ് ഓൻ പറഞ്ഞത്, സംവാദം നടക്കൂല. അപ്പം നമ്മൾ അവനോട് പറഞ്ഞു ആൾക്കാരൊക്കെ ഇരിക്കണത് നമുക്ക് ഇങ്ങനെ കാണാണ്ടല്ലോ, ഇവിടെ കാര്യം എന്ന് വെച്ച് നോക്കാറുണ്ട്. അപ്പം അവൻ പറഞ്ഞു അതന്നെ, അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ രാത്രിയാന്ന് പറഞ്ഞത് എന്നാണ്. അപ്പോൾ ഓൻ എന്താ സംഭവിച്ചാൽ പേര് മാറിയതാണ്. നമ്മൾ പകല് നിട്ടതിൻ്റെ പേര് ഓന് രാത്രി നിട്ടതാണ്. അതിമഞ്ഞ് സംവാദം നടക്കൂല. അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് പറയാനേ പിന്നെ അതിൽ നടക്കുള്ളൂ. ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലോ ഇതിന് അള്ളയാണ് എന്ന് പറഞ്ഞു, വേറൊരാൾ പറഞ്ഞു അത് പ്രകൃതിയാണ് എന്ന് പറഞ്ഞു. ഒരേ സാധനത്തിന് 2 പേരിട്ടിട്ട് പിന്നെ സംവാദം നടക്കൂലല്ലോ. അങ്ങനെ ഇടാൻ പറ്റൂല എന്നുള്ളത് വേറെ ഒക്കെ വേണമെങ്കിൽ സംവദിക്കുക എന്നുള്ളത് ഒഴിച്ചാൽ ഇട്ടാലിട്ടില്ലെങ്കിലും സംഗതി ഒന്ന് തന്നെയാണല്ലോ. പേരിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇലാഹിയത്തിൻ്റെ അള്ളാഹു ഉണ്ട് എന്ന വാദത്തെയാണ് ഇലാഹിയത്ത് എന്ന് പറയുന്നത്. ഇതിനെ നേരെ ഓപ്പോസിറ്റുള്ളതിനെയാണ് നമ്മൾ നിരീശ്വരവാദം എന്ന് പറയുന്നത്. അവിടെ പേരിൻ്റെ ഒരു പ്രശ്നം കിടക്കുകയുണ്ട്. കാരണം മഅബൂദായ ഇലാഹിന് അവൻ തന്നെ നൽകിയിട്ടുള്ള പേരാണ് അള്ളാഹു എന്നത്. അള്ളാഹ്ക്ക് അള്ളാഹ് എന്നുള്ള പേര് ആരിട്ടതാ? അള്ളനിട്ടതാണ്. മഅബൂദായ ഇലാഹിന് അവൻ തന്നെ നൽകിയിട്ടുള്ള പേരാണ് അള്ളാഹു എന്നത്. അതുകൊണ്ട് തന്നെ അതിന് പരിഭാഷ ഉണ്ടാവില്ല. പേരിന് ശരിക്കും ഇപ്പം എൻ്റെ പേരിൻ്റെ വാപ്പ എനിക്ക് ഇട്ടത് സാലിം എന്നാണ്. അഹമ്മദ് സാലിം എന്നുണ്ട്, സൗകര്യത്തിന് സാലിം എന്നാ പറയല്. മറ്റേത് എഴുത്തിൽ എൻ്റെ ആധാർ കാർഡിലൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. പറച്ചില്ല അഹമ്മദ് സാലിം, ഇല്ല സാലിം എന്ന് പറയും. സാലിം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം രക്ഷപ്പെട്ടോന് എന്നാണ്. അപ്പം ഞാൻ അങ്ങനെ ഒരു ദിവസം ജുമാക്ക് പള്ളിക്കൊക്കെ നടന്നു പോകുമ്പോൾ ഒരാൾ പീഡിയക്കൊലയും എന്നിട്ട് രക്ഷപ്പെട്ടോനെ എവിടുക്കാ പോണതെന്ന് ചോദിച്ചാൽ ഞാൻ നോക്കൂല. കാരണം ഇതിൻ്റെ പേരല്ല. എൻ്റെ പേര് മലയാളത്തിലും സാലിമാണ്, എൻ്റെ പേര് തമിഴിലും സാലിമാണ്, എൻ്റെ പേര് ഇംഗ്ലീഷിലും സാലിമാണ്. എൻ്റെ പേര് ഇനി ഒരാൾ സംസ്കൃതത്തിൽ വർത്താനം പറയുകയാണെങ്കിൽ അതിലും പേര് സാലിം തന്നെയാണ്. മഅബൂദായ ഇലാഹിന് അവൻ നൽകിയിട്ടുള്ള പേരാണ് അള്ളാഹു എന്ന പേര്. അത് മലയാളത്തിലും അങ്ങനെ തന്നെയാണ്,
അത് ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ്, അത് എല്ലാ ഭാഷയിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. പിന്നെ ചിലപ്പം ചിലയിടത്ത് വാശി പിടിച്ചാൽ നടക്കൂല. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ദൈവം, ഈശ്വരൻ എന്നൊക്കെ പറയുമെന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നും അള്ളാൻ്റെ പേരല്ല. അള്ളാൻ്റെ പേര് അള്ളാഹ് തന്നെയാണ്. മനസ്സിലാകാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയുമ്പോൾ മനസ്സിലാവുക എന്നതിൽ മാത്രം അത് ഒതുങ്ങും, അതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല എന്ന് മാത്രം. അപ്പോൾ ലോകത്ത് 4 വാദങ്ങളാണ് അള്ളാഹുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന്, അള്ളാഹു ഉണ്ട്, അവൻ ഏകനാകുന്നു, എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു എന്ന വാദത്തെയാണ് ഇലാഹിയത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ വാദം ഇനാദിയത്ത് എന്ന് പറഞ്ഞതാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. ഇനാദിയത്ത് എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദം. അള്ളാഹു ഇല്ല എന്ന വാദമാണ് ഇനാദിയത്ത്. മൂന്നാമത്തെ ഒരു വാദമുണ്ട്, അതിന് ലാ അതിരിയത്ത് എന്ന് പറയും. ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയില്ല, ഉണ്ടായാലും കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു കൂട്ടര്. അതാണ് ലാ അതിരിയത്ത് എന്ന് പറഞ്ഞത്. നാലാമത്തെ ഒരു വാദമുണ്ട്, അതിനെ ഇന്ദിയത്ത് എന്ന് പറയും. ഇന്ദിയത്ത് എന്ന് പറഞ്ഞാൽ അവനാന് പോയിച്ച മാതിരിയൊക്കെ അവനാൻ പറയാം, അവനാന് തോന്നിയ മാതിരിയൊക്കെ പറയാം. അതിനാണ് ഇന്ദിയത്ത് എന്ന് പറഞ്ഞത്. അതിൽ വളരെ കടന്ന വാദങ്ങളൊക്കെ ഉണ്ട്. ഒരാൾക്ക് എന്താണോ മനസ്സിലായത് അത് തന്നെയാകുന്നു അവൻ്റെ ദൈവം എന്നൊക്കെ പറയും. അതിലൊക്കെ പറയുന്ന പേരാണ് ഇന്ദിയത്ത് എന്ന് പറഞ്ഞത്. ഇങ്ങനെ 4 വാദങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇതിൽ സംസാരം എല്ലാവരേറ്റും നടക്കും, അതേസമയത്ത് സംവാദം ഇനാദിയത്തുമായിട്ടാണ് നടക്കുക. ഇലാഹിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഇനാദിയത്ത് എന്ന് പറയുന്ന കൂട്ടരായിട്ടാണ് നടക്കുക. അപ്പോൾ ഒരേ വിഷയത്തിൽ തന്നെ 2 വാദങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതിൽ സംവാദം സാധ്യമാകുന്നത്. അപ്പം നമ്മളെ വാദം ഇപ്പം ഈ വിഷയം, ഏത് വിഷയം എടുത്താലും, നിരീശ്വരവാദം എടുത്താലും, യുക്തിവാദം എടുത്താലും, ലിബറലിസം എടുത്താലും, എങ്ങനെ എന്തെടുത്താലും ആദ്യം 3 കാര്യങ്ങളാണ് ഏത് വിഷയത്തിലും പഠിക്കേണ്ടത്. 3 കാര്യങ്ങളാണ്. എന്താണ് ആ സംഭവം? അതാണ് ഒരു കാര്യം. അപ്പോൾ ഖലാ ഖദറിലെ വിശ്വാസമാണെങ്കിൽ 3 കാര്യങ്ങളാണ്. എന്താണ് ഖലാ ഖദറിലെ വിശ്വാസം? 2, എന്തിനാണ് അങ്ങനെ വിശ്വസിക്കുന്നത്? അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തേത്, ഇതിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടി എന്താണ്? നമ്മൾ മൂന്നാമത്തതാണ് ആദ്യം പഠിക്കുക. അത് തന്നെയാണ് നമ്മളെ കുഴപ്പം. വിമർശനത്തിൻ്റെ മറുപടിയാണ് നമ്മൾ ആദ്യം പഠിക്കുക. ഓലങ്ങനെ പറഞ്ഞു, അത് തെറ്റാകുന്നു എന്ന്. നമ്മളെന്താ പറയണതെന്ന് ചോദിച്ചാൽ നമുക്ക് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. അങ്ങനെയാണ്. സ്ത്രീകളും പള്ളിയും എന്ന വിഷയത്തിൽ നമ്മളെന്താ പറയണത്? പരപുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമാ ജമാഅത്തുകൾക്ക് വേണ്ടി സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറപ്പെടാൻ പാടില്ലാത്തതാകുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വരാൻ താല്പര്യം പ്രകടിപ്പിച്ച സ്ത്രീയോട് നിനക്ക് നിന്റെ വീടാണ് ഉത്തമമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇതാണ് നമ്മൾ പറയണത്. എല്ലാ വിഷയത്തിലും ആദ്യം നമ്മളെന്താ പറഞ്ഞതെന്ന് നമുക്കറിയണം. എന്നിട്ടല്ല പിന്നെ രണ്ടാമത്തതാണ് മറ്റോരെന്താ പറഞ്ഞതെന്ന്. 1, നമ്മളെന്താ പറയണത്. 2, എന്തിനാണ് അങ്ങനെ പറയുന്നത്. മൂന്നാമത്തെ കാര്യമാണ് ഇതിനെ വിമർശിക്കുന്നവർ എന്ത് പറയുന്നു, അതിൻ്റെ മറുപടി എന്താകുന്നു. അപ്പം എല്ലാ കാര്യത്തിലും ഒന്നാമത്തെ കാര്യം ആദ്യം പഠിക്കണം. ഇലാഹിയത്ത് എന്നാൽ എന്താണ്, എന്നിട്ട് ബാക്കിയുള്ളത്. അതുപോലെ ഓരോന്നും പഠിക്കുമ്പോൾ, നിരീശ്വരവാദം പഠിക്കുമ്പോൾ നിരീശ്വരവാദം എന്നാൽ എന്താകുന്നു, യുക്തിവാദം പഠിക്കുമ്പോൾ യുക്തിവാദം എന്നാൽ എന്താണ്, ലിബറലിസം എന്നാൽ എന്താണ്, ഇങ്ങനെ ഓരോ സാധനവും എന്താണ് എന്നാണ് ആദ്യം പഠിക്കേണ്ടത്. നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഇല്ല എന്ന വാദമാണ് നിരീശ്വരവാദം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇലാഹിയത്ത്, അള്ളാഹു ഉണ്ട് എന്ന വാദമാണ് ഇലാഹിയത്ത് എന്ന് പറയുന്നത്. അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? അള്ളാഹു വാജിബാണ്, ഉണ്ടാകൽ വാജിബായതിനാൽ ഉണ്ട്. അള്ളാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖ്. ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾ ഈ കാര്യങ്ങളാണ്. 1, അള്ളാഹു മൗജൂദുൻ. 2, ഖദീമുൻ ബാഖി. അത് രണ്ടും കൂടി ഒന്നാണ്. മൂന്നാമത്തേത് മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖ്. ഇത് ഒന്നുമാണ്. അങ്ങനെ 4 എന്നും വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ 3 എന്നും പറയാം. ഖദീമും ബാക്കിയും കൂടി ഒന്നാക്കിയിട്ടും പറയാം, വേറെ ആക്കിയിട്ടും പറയാം. അഹ്മദ് അൽ മർസൂഖി റളിയല്ലാഹു അൻഹുവിൻ്റെ പാട്ടാണ് അള്ളാഹു മൗജൂദുൻ ഖദീമുൻ ബാക്കി. ചെറിയ കുട്ടികളായ നമ്മളെ സമയത്ത് വരെ മദ്രസയിലെ പാഠപുസ്തകത്തിലൊക്കെ ഉണ്ടായിരുന്നു. അള്ളാഹു മൗജൂദുൻ ഖദീമുൻ ബാക്കി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി വഖായിമുൻ ഗാനി വവാഹീദുൻ വഹൈ ഖാദിർ മുരീദുൻ അലിമുൻ ബികുല്ലി ഷൈ സമീഉനിൽ ബാസിറു വൽ മുതകല്ലിമു ലഹു സിഫാത്തുൻ സബഅത്തുൻ തൻതളിമു. അഹ്മദ് അൽ മർസൂഖി കണ്ണ് കാണാത്ത ആളായിരുന്നു. 2 കണ്ണും കാണാത്ത ആളാണ്. വലിയ സൂഫിയായ മനുഷ്യനാണ്. അദ്ദേഹം ഒരിക്കൽ ഉറക്കത്തിൽ മുത്തുനബിയെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഉറക്കത്ത് കാണാൻ കണ്ണു വേണ്ടാന്ന് മനസ്സിലാവും. അപ്പം നമുക്ക് ഉറക്കത്ത് കാണാൻ കണ്ണു വേണ്ട. ചിലപ്പോൾ നമുക്ക് കാണാത്തതിൻ്റെ കാരണം കണ്ണുണ്ടായത് ഇക്കാരം എന്നൊക്കെ തോന്നും. അങ്ങനെയാണ്. അഹമ്മദ് അൽ മർസൂഖ് ഏതായാലും കണ്ണ് കാണാത്ത ആളാണ്. ഉറക്കത്തിൽ കണ്ണ് കാണാത്ത കുറേ ആൾക്കാർ നമ്മൾ താരീഖിൽ പഠിച്ചാൽ കിട്ടും. അബുൽ ഹസൻ അലിയിനി ഷാദുലി റളിയല്ലാഹുനു, ഷാദുലി തരീഖത്തിൻ്റെ ഒന്നാം കണ്ണിയായ അബുൽ ഹസൻ അലിയിനി ഷാദുലി റളിയല്ലാഹുനു ജീവിതത്തിൻ്റെ ഒരു ആദ്യ ഭാഗം പിന്നിട്ടതിന് ശേഷം കണ്ണിൻ്റെ കാഴ്ച മുഴുവനായിട്ടും നഷ്ടപ്പെട്ടു. ഇമാം ബുഖാരി റളിയല്ലാഹുവിന് നേരെ ഓപ്പോസിറ്റാണ്. ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ കാഴ്ച ഉണ്ടായിരുന്നില്ല, പിന്നീട് കാഴ്ച വന്നു. അങ്ങനെ ചരിത്രത്തിൽ പലതും ഉണ്ടാവും. എന്തുകൊണ്ട് ആദ്യഘട്ടം പിന്നിട്ട് പിന്നീട് കാഴ്ച നഷ്ടപ്പെട്ടു എന്നതിൻ്റെ ഉത്തരം, സ്വർഗത്തിലാദ്യം റബ്ബിനെ കാണുന്നത് കണ്ണിന് കാഴ്ച നശിച്ചവൻ തന്നെയാണത് എന്നാണ്. കണ്ണിന് കാഴ്ചയില്ലാത്തവരാണ് സ്വർഗത്തിൽ ആദ്യം അള്ളാഹുവിനെ കാണുക എന്നാണ്. അപ്പോൾ അഹമ്മദ് അൽ മർസൂഖി കണ്ണ് കാണാത്ത ആളായിരുന്നു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഉറക്കത്തിൽ കണ്ടു. കൂടെ സഹാബത്തൊക്കെ ഉണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് എല്ലാവരും ഉണ്ട്. നബി തങ്ങൾ അഹമ്മദ് അൽ മർസൂഖിയോട് പറഞ്ഞു, മർസൂഖി, സാധാരണ മനുഷ്യന്മാരുടെ ഈമാനിന് കുഴപ്പമില്ലാതിരിക്കാൻ പറ്റുന്ന ഒരു പാട്ടെന്തങ്ങൾക്ക് പാടിയാൽ എന്ന് ചോദിച്ചു. അല്ല, അഹമ്മദ് അൽ മർസൂഖി പറഞ്ഞു, നബിയെ, എനിക്കങ്ങനെ പാട്ടൊന്നും പാടാൻ അറിയില്ലല്ലോ പറഞ്ഞു. അതിൽ കൂടെ ഉണ്ടായിരുന്ന സഹാബത്ത് പറഞ്ഞു, അറിയില്ല എന്നൊന്നും പറയണ്ടടാ, മുണ്ടാതെ നിന്നാ മതി പറഞ്ഞു. അതാണല്ലോ വലിയൊരു നിലപാടിൽ വെച്ച ഏറ്റവും വലിയ നിലപാട് മുണ്ടായിരിക്കുക എന്നുള്ള നിലപാടാണ്. അതുകൊണ്ട് മുണ്ടാതിരുന്നാൽ മതിയായിരുന്നു. അപ്പം മൂപ്പര് മുണ്ടാതെ നിന്നപ്പോൾ നബി തങ്ങൾ അരവരി പാടിക്കൊടുത്തു എന്നാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഒരു വരി പാട്ട് മുഴുവൻ പാടിയിട്ടില്ല. പാട്ട് കേൾക്കലുണ്ട്, പാട്ടിനെ കുറിച്ച് അഭിപ്രായം പറയലുണ്ട്, അരവരി പറയലുണ്ട്. അങ്ങനെയാണ്. ഇങ്ങോട്ടല്ലല്ലോ, അല്ല, മോട്ടർ ഇടാനാണ്. അപ്പോൾ അതെല്ലാം നമ്മളെ കൊണ്ട് നടക്കില്ല. അപ്പം എന്താ വെച്ചാൽ പിന്നെ സ്വിച്ച് എവിടെയെന്ന് അറിയില്ല എന്നല്ല, അല്ല ചെയ്യൂല എന്നല്ല. അപ്പം പിന്നെ എന്തായാലും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. പല കവിതകളെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പാട്ട് കേൾക്കലുണ്ട്. സ്ഥിരമല്ല കേട്ടോ, എപ്പോഴും പാട്ട് കേൾക്കൊന്നുമില്ല. എന്നാലും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പാട്ട് കേൾക്കുകയും പാട്ട് ആസ്വദിക്കുകയും ചെയ്യാറുണ്ട്. മുഴുവനായിട്ടും ഒരു പാട്ട് പാടിയിട്ടില്ല, അരവരിയാണ് പാടിയിട്ടുള്ളത്. പാട്ട് പാടിയ അമ്പിയാക്കൾ ഉണ്ടായിട്ടുണ്ട്. ദാവൂദ് നബി അലൈഹി ഇസ്ലാം പാട്ട് പാടിയിട്ടുണ്ട്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വേദഗ്രന്ഥം പദ്യരൂപത്തിലുള്ളതായിരുന്നു. ഇഞ്ചീൽ, തൗറാത്ത്, സബൂർ, പഴയ നിയമവും പുതിയ നിയമവും. ഇഞ്ചീൽ നമ്മൾ അധികവും കാണാത്തതാണ്. അത് സംഭവം തൗറാത്തിൻ്റെ ബൈബിളിൻ്റെ കൂടെ തന്നെ ഉണ്ട്, അവസാന ഭാഗത്തുണ്ടാവും. അത് നമ്മൾ അധികം കേൾക്കാത്തതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ഇഞ്ചീലിൽ നിയമങ്ങളും താരീഖുകളും ഇല്ല എന്നുള്ളതാണ്. ഇഞ്ചീലിലൊരു നിയമമില്ല, ഇഞ്ചീലിൽ താരീഖുകളും ഇല്ല. ഇഞ്ചീലിൽ സ്തോത്രങ്ങളാണ്, അള്ളാഹുവിനെ സ്തുതിക്കുന്ന ചില പദ്യങ്ങളാണ്. അത് ശരിക്കും നമ്മൾ പിന്നെ ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെ ചെല്ലുന്നത് കേൾക്കലുണ്ട്. പക്ഷെ അത് നമുക്ക് ഇഞ്ചീലാന്ന് മനസ്സിലായിട്ടില്ല എന്നേ ഉള്ളൂ. തിരുത്തലായാലും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇഞ്ചീൽ പറഞ്ഞത്. അപ്പോൾ ഇഞ്ചീൽ പദ്യരൂപത്തിലുള്ളതാണ്. ദാവൂദ് നബി അലൈഹി ഇസ്ലാം അത് പാടാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാടിയിട്ടില്ല, അരവരി. അപ്പം അങ്ങനെ അരവരി പാടിക്കൊടുത്തു. അൽഹംദു അബ്ദഉ ബിസ്മില്ലാഹി വറഹ്മാനി, അതാണ് അരവരി. അപ്പം അഹമ്മദ് അൽ മർസൂഖി അത് ഏറ്റു ചൊല്ലി. അബ്ദഉ ബിസ്മില്ലാഹി, അതിനാണ് ഈ ഏറ്റു ചൊല്ലുക എന്നുള്ള സാധനം വരുന്നത്. അഹമ്മദ് ഒരാളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് അതേമാതിരി പറയാം. തഅലീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണത്. നിസ്കാരത്തിൻ്റെ ഫർളുകൾ 14 ആകുന്നു. 1 എന്ന് പറയുമ്പോൾ നിൽക്കാൻ കഴിയുന്നവൻ നിൽക്കുക എന്നങ്ങനെ പറയാൻ പാടില്ല. പിന്നെ 1 കൂട്ടി പറയണം. 1 നിൽക്കാൻ കഴിയുന്നവൻ നിൽക്കുക. കുട്ടികളെ അങ്ങനെ തന്നെ പഠിപ്പിക്കണം. തഅലീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഏറ്റുപറയൽ. അപ്പോൾ അഹമ്മദ് അൽ മർസൂഖി റളിയല്ലാഹു അൻഹു അത് ഏറ്റു ചൊല്ലി. അബ്ദഉ ബിസ്മില്ലാഹി വറഹ്മാനി, ആ അരവരി ഏറ്റു ചൊല്ലിയപ്പോൾ മൂപ്പർക്ക് സ്വന്തമായിട്ടൊരു കവിത വരികയാണ് അതിൻ്റെ ബാക്കി. വബിർറഹീമി ദായിമിൽ ഇഹ്സാനി അൽഹംദുലില്ലാഹിൽ ഖദീമിൽ അവ്വലി അൽ ആഖിരിൽ ബാഖി ബിലാ തഹവ്വുലി സുമ്മസ്സലാത്തു വസ്സലാമു സർമദ അലൻ നബി ഖൈരി മൻ ഖദ് വഹദ وآله وصحبه ومن تبع سبيل دين الحق غير مبتدئ وبعد فاعلم بوجوب المعرفة
മിൻ വാജിബിൻ ലില്ലാഹി ശിരീനാ അസിഫ ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി വഖായിമുൻ ഗാനി വവാഹീദുൻ വഹൈ ഖാദിർ മുരീദുൻ ആലിമുൻ ബികുല്ലി ഷൈ സമീഉനിൽ ബാസിറു വൽ മുതകല്ലിമു ലഹു സിഫാത്തുൻ സബ്അത്തുൻ തന്തളിമു. 26 വരികളാണ് അദ്ദേഹം അപ്പോൾ പാടിയത്. അപ്പോൾ അതിങ്ങനെ കേട്ടു സഹാബത്തൊക്കെ ഇങ്ങനെ ആമീൻ 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 എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ ആ സ്വപ്നം കഴിഞ്ഞു. കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അഹമ്മദ് അൽ മർസൂഖി നബി തങ്ങളെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മഹാനവറുകളോട് പറഞ്ഞു, മർസൂഖി നിങ്ങൾ ആ പഴയ പാട്ട് ഒന്നുകൂടിയും പാടിക്കാണി പറഞ്ഞു. അങ്ങനെ അഹമ്മദ് അൽ മർസൂഖി രണ്ടാമതും പാടിക്കൊടുത്തപ്പോൾ എല്ലാവരും ഇങ്ങനെ ആമീൻ പറഞ്ഞു. പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ പാട്ട് എല്ലാവർക്കും പാടിക്കൊടുത്ത് ഇങ്ങനെ നടക്കൽ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തോട് ഓരോ സംശയങ്ങൾ ഇങ്ങനെ ആളുകൾ ചോദിച്ചു. ആ സംശയങ്ങളുടെ മറുപടിയാണ് ബാക്കിയുള്ള പാട്ടുകൾ. കിഫായത്തുൽ ഈമാൻ, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സബഅത്ത് കുത്തുബ് എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ദർസക്ക് ഓതാൻ പോയാൽ ആദ്യം തുടങ്ങണ അഷറത്ത് കുത്തുബ് 10 കിതാബ് കഴിഞ്ഞാൽ പിന്നെ ഉസ്താദ്മാർ ചൊല്ലിക്കൊടുക്കണ കിതാബാണ് സബഅത്ത് കുത്തുബ്. അതിലുള്ളൊരു കിതാബാണ് കിഫായത്തുൽ അവാം, കിഫായത്തുൽ ഈമാൻ തുടങ്ങിയ പേരുകൾ, ഒരുപാട് പേരുള്ള കിതാബാണത്. അത് നമ്മളെ വല്യമ്മാൻ്റെ 14 വക ഏടിലും ഉണ്ട്. ടെൻഷൻ ഉണ്ടാവില്ല എന്നാണ് ആ പാട്ട് പാടിയാൽ, മനസ്സിന് ഇടങ്ങേറൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതിൽ കുറേ സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരുടെ പേര് പറയുന്നുണ്ട്. ഖുർആനിൽ പറഞ്ഞ 25 അമ്പിയാക്കൾ, ഉമ്മാത്തുൽ മുഅ്മിനീൻ മുസ്തഫ നബി തങ്ങൾ വഫാത്താവുമ്പോൾ ജീവിച്ചിരിപ്പുള്ള 9 ഭാര്യമാർ, ആയിഷത്തും വാ ഹഫ്സത്തും വാ സൗദ സഫിയത്തും മൈമുനത്തും വാ റംല ഹിന്ദും വ സൈനബും കദാ ജുവൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയ. സംഗതി അത് അറബിയിലാണെങ്കിലും മലയാളം പോലത്തെ അറബിയാണ്. ഉംറക്കോയർക്ക് ഒരു അർത്ഥം വെക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. സംഗതി അറബിയിലാണ് ആ പാട്ട്, എല്ലാവർക്കും അർത്ഥം വെക്കാൻ കിട്ടുന്ന അറബിയാണ് എന്നുള്ളതാണ്. വലിയ ഈ മുസന്നിഫുമാരുടെ ബറക്കത്താണ് ശരിക്കത്. തസ്നീഫിൻ്റെ ഒരു ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരാളൊരു ഗ്രന്ഥം ഉണ്ടാക്കിയാൽ ഇത് വായിച്ചാൽ തിരിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ തസ്നീഫിൽ വളരെ ബറക്കത്തുണ്ടായി അദ്ദേഹത്തിന്. അങ്ങനെ ഇങ്ങനെ ചൊല്ലി. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ആദ്യ ഭാഗമാണ് അള്ളാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുല്ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. ബാക്കിയുള്ളത് അതിൻ്റെ വിശദീകരണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വാജിബായ 20 സിഫത്ത്, മുസ്തഹിലായ 20 സിഫത്ത്, ജായിസായ 1 സിഫത്ത്. വാജിബായ സിഫത്ത് എങ്ങനെ 20 ആയത്? ഹദീസ് പറഞ്ഞതാ? ഖുർആനിൽ എവിടെ അള്ളാഹു തആലക്ക് വാജിബായ സിഫത്ത് 20 പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഹദീസിലും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വാജിബായ സിഫത്ത് 20 പറഞ്ഞിട്ടില്ല, മുസ്തഹീൽ 20 പറഞ്ഞിട്ടില്ല, ജായിസ് 1 പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ 20 ആയത്? അത് 20 ആയതിൻ്റെ കാരണം അള്ളാഹുവിനെ കുറിച്ച് ഒരു മനുഷ്യന് ഉണ്ടായേക്കാവുന്ന പരമാവധി സംശയങ്ങളുടെ ഉത്തരമാണ് അള്ളാഹുവിൻ്റെ വാജിബായ 20 സിഫത്ത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇനിയൊരു സംശയം പോകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് 20 ആയതാണ് വാജിബ്, അതുകൊണ്ട് 20 ആയതാണ് മുസ്തഹീൽ, അതുകൊണ്ട് 1 ആയതാണ് ജായിസ്. അങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് ഒരു മനുഷ്യൻ ഉണ്ടായേക്കാവുന്ന അതിലേറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ 4. ഒന്ന്, അള്ളാഹു മൗജൂദാണ്. അപ്പം നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു മൗജൂദാണെന്ന് വിശ്വസിക്കുന്നു, അള്ളാഹു ഉള്ളവനാണ് എന്ന് വിശ്വസിക്കുന്നു. എങ്ങനെ ഉള്ളവൻ? ഉണ്ടാകൽ അനിവാര്യമായവൻ, അതിനാണ് വാജിബ് എന്ന് പറയാം. ഉണ്ടാവുക എന്നതിന് 3 അവസ്ഥകളാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. لا إله إلا الله اللهم صل على محمد اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة ودرجة الرفيعة باس مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. മുഅ്മിനീങ്ങളെ, ഉണ്ടാവുക എന്നതിന് 3 അവസ്ഥകളാണ്. നമ്മൾ കുറച്ച് അറബി ചേർത്ത് പറഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാവും. അങ്ങനെയാണല്ലോ. ഒന്ന് മുംകിൻ,
അതുണ്ടാവലാണ്. 2 മുഹാൽ അതുണ്ടാവലാണ്. 3 വാജിബ് അതുണ്ടാവലാണ്. മുംകിൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ടാകുന്ന ഉണ്ടാവലാണ്. അതാണ് മുംകിൻ. ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട്. രണ്ടാമത്തേത് മുഹാലാൻ, ഉണ്ടാവാൻ പാടില്ലാത്തതിനാണ് മുഹാൽ എന്ന് പറയുക. മൂന്നാമത്തത് വാജിബാണ്, ഉണ്ടാകൽ അനിവാര്യമായതിനാണ് വാജിബ് എന്ന് പറയാം. 3 ഉദാഹരണം പറയാം. ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും സാധ്യതയുള്ളത്, എനിക്ക് മറ്റൊരു മൊബൈൽ കൂടി ഉണ്ടാവാൻ സാധ്യത ഉണ്ട്, എന്നാലോ സാധ്യത ഇല്ലായ്മയുണ്ട്. ഉണ്ടാവാനും ഇല്ലാതിരിക്കാൻ, അടുത്ത മാസം 25-ാം തീയതി ഭാര്യ പ്രസവിക്കാനും പ്രസവിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. നാളെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. മുംകിൻ, അതാണ് ഒരു ഉണ്ടാവൽ. രണ്ടാമത് മുഹാലാണ്, ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഉണ്ടാവാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞാൽ രാവും പകലും ഒന്നാവാൻ പാടില്ല, നടക്കൂല, ഒരു നിലക്കുണ്ടാവില്ല. അതാണ് മുഹാൽ, ഉണ്ടാവാൻ പാടില്ലാത്തത്. മൂന്നാമത്തേത് വാജിബാണ്, ഉണ്ടാവൽ അനിവാര്യമായത്. അതായത് വെള്ളമുണ്ട് എന്നാൽ വെള്ളപ്പാത്രം ഉണ്ടാവൽ അനിവാര്യമാണ്. അല്ലെങ്കിൽ ആ സാധനം നിൽക്കൂല. വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ സ്പേസ്, ലർഫ്, അതിൻ്റെ ഒരു പാത്രം ഉണ്ടാവുക എന്നത് അനിവാര്യമാണ്. അപ്പം മുംകിൻ ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും സാധ്യതയുള്ളത്, മുഹാൽ അസംഭവ്യം ഉണ്ടാവാൻ പാടില്ലാത്തത്, മുംകിൻ സംഭവ്യം സംഭവിക്കാവുന്നത്, മുഹാൽ അസംഭവ്യം സംഭവിക്കാൻ പാടില്ലാത്തത്, വാജിബ് അനിവാര്യം, അതുണ്ടോ ഇതുണ്ട്, അതില്ലേ ഇതില്ല, അതിനാണ് വാജിബ് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഉണ്ടാവുക എന്നത് വാജിബാണെന്നാണ് നമ്മൾ പറയുന്നത്. അള്ളാഹുവിൻ്റെ സിഫത്തിൽ ഒന്നാമത്തേത് വാജിബ്. അപ്പം എന്താണ് ഈ വാജിബ്? ഇത് നമ്മളെന്താ വിശ്വസിക്കണതെന്നും നമ്മളെന്താ പറയണതെന്നും മനസ്സിലാക്കാൻ ഈ സമയം ഉപയോഗിച്ചാൽ ബാക്കിയുള്ളത് സിമ്പിളായിരിക്കും. KL 730293 എന്ന വാഹനം ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇവിടെ ഇല്ല ആള്, ചിലപ്പം ഇവിടെ ഉണ്ടായിക്കോണമെന്നില്ല, എന്തായാലും ആരും. അപ്പോൾ അതാണ് പിന്നെ വാജിബ് എന്ന് പറയുന്നത്, ഉണ്ടാവൽ അനിവാര്യമായത്. ഇത് ശ്രദ്ധിക്കണം നിങ്ങൾ, ഇത് ചെറിയ ശ്രദ്ധ പോയ സാധനം പോകും. എന്നാലും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈമാണ്ടാണ് ഇപ്പോൾ ഇതുകൊണ്ടൊന്നുമല്ല, മുത്തുനബിനോട് താല്പര്യമുണ്ടോ ബാക്കിയൊന്നും വേണ്ട, ഈമാണ്ടായിക്കോളും. മുത്തുനബിനോട് താല്പര്യം കുറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ എത്ര ബുദ്ധിപരമായി നമ്മൾ അവതരിപ്പിച്ചിട്ടും കാര്യമില്ല, ഈമ നിൽക്കൂല, ആ സാധനം പോകും. അതുകൊണ്ട് അത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഒരാൾക്ക് ഈമ ഉണ്ടാക്കാനാണ് നമ്മളെ ഉദ്ദേശമെങ്കിൽ മുത്തുനബിനോട് താല്പര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനുള്ള വയ്യ്. സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. എന്നാലും നമ്മളൊക്കെ പഠിച്ചിരിക്കേണ്ടതാണ്, സംഗതിയൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. വാജിബ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവൽ. അപ്പം അള്ളാഹു ഉണ്ട് എന്നത് എങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്? വാജിബായി ഉണ്ട് എന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അള്ളാഹു മൗജൂദാണ്. എങ്ങനെ? വാജിബായ നിലയിൽ മൗജൂദാകുന്നു. അള്ളാഹു ഉണ്ടാവൽ അനിവാര്യമാണ്. എന്താ തെളിവ്? ഉജൂദു ഹാദിഹിൽ മഖ്ലൂഖാത്ത്, പ്രപഞ്ചത്തിലെ ഈ സൃഷ്ടികൾ ഉണ്ട്, അതിനാൽ അള്ളാഹു ഉണ്ട്. അതിൽ 3 കാര്യങ്ങളാണ്. 2 കാര്യം എന്തായാലും പഠിച്ചിരിക്കണം. ഒന്നാമത്തെ കാര്യം, തുടക്കമുള്ളതിന് തുടക്കക്കാരനുണ്ടാകൽ അനിവാര്യമായതിനാൽ, വാജിബായതിനാൽ അള്ളാഹു ഉണ്ട്. അതാണ് ഒരു കാര്യം. തുടക്കമുള്ളതിന് തുടക്കക്കാരനുണ്ടായിരിക്കണം, അതാണ് ഒന്നാമത്തെ കാര്യം. നല്ലൊരു ഉദാഹരണം പറയാം. എനിക്കൊരു 100 രൂപ വേണം. അപ്പം ഞാൻ എ എന്ന് പേരായ ഒരാളോട് ഒരു 100 റുപ്യ തരുമോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു തരണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ എൻ്റെ അടുത്ത് ഇല്ല, ഞാൻ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബി എന്ന ആളോട് ചോദിച്ചൊരു 100 റുപ്യ തരുമോ. ബി പറഞ്ഞു തരണമെന്നൊക്കെ ഉണ്ട്, എൻ്റെ അടുത്ത് ഇല്ല, ഞാൻ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കട്ടെ. സിനോട് ചോദിച്ചു, സി ഡിനോട് ചോദിച്ചു. അങ്ങനെ കുറേ അങ്ങോട്ട് പോയപ്പോൾ എനിക്കൊരു 100 റുപ്യ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ മനസ്സിലായി ഏതോ ഒരാൾ ചോദിക്കാതെ എടുത്തു കൊടുത്തു എന്ന് മനസ്സിലായി. അല്ലെ കിട്ടൂല, ഏതെങ്കിലും കിട്ടിയിട്ടുണ്ട്,
100 കയ്യിലെത്തി കീശയിലിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായി ആരോ ഒരാൾ അതിൻ്റെ അപ്പുറത്തൊരാളോട് ചോദിക്കാതെ ഒരു 100 എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തുടക്കമുള്ളതിന് തുടക്കക്കാരനുണ്ടാവൽ വാജിബാണ്. അതിൻ്റെ ഒരു രണ്ടാമത്തെ അനുഭവമുണ്ട്, അതിൻ്റെ ഒരു അനുബന്ധമുണ്ട്. ആ തുടക്കക്കാരനെ മറ്റൊരാൾ തുടങ്ങാൻ പാടില്ലാത്തതാണ്. അതാണ് മൗജൂദുൻ ഖദീം. തുടക്കക്കാരനെ മറ്റൊരാൾ 100 ഒരാൾ എടുത്തു കൊടുത്തില്ലേ, അയാൾക്ക് ഇനി ഒരാൾ എടുത്തു കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അയാൾക്ക് വേറൊരാൾ എടുത്തു കൊടുക്കണമെങ്കിൽ കിട്ടൂലല്ലോ, പിന്നെ അയാൾക്ക് വേറെ ആൾ കൊടുക്കണ്ടേ, അതിന് അയാൾക്ക് വേറെ ആൾ കൊടുക്കണ്ടേ. അങ്ങനെ അവസാനം നോക്കുമ്പോൾ എനിക്ക് 100 കിട്ടൂലല്ലോ. കിട്ടി എന്നാൽ മനസ്സിലായി ഒരാൾ തുടങ്ങിയിട്ടുണ്ടെന്ന്. അതിൻ്റെ അനുബന്ധമാണ് അയാളെ മറ്റൊരാൾ തുടങ്ങാൻ പാടില്ല എന്നത്. അപ്പോൾ അള്ളാഹു വാജിബാണ്. ഈ പ്രപഞ്ചത്തിൽ കണ്ടു കാണപ്പെട്ട എല്ലാ സാധനങ്ങൾക്കും തുടക്കമുണ്ട്. അതിനാൽ അതിനൊരു തുടക്കക്കാരനുണ്ടായിരിക്കണം എന്നതിനാൽ അള്ളാഹു, ഇതാണ് ഒരു കാര്യം. ഇനി അതിൽ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. അതൊക്കെ നമ്മൾ കുട്ടികൾ, സ്കൂൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും മനസ്സിലാക്കിയിരിക്കണം. ഡിസൈൻ ഉള്ള എല്ലാ വസ്തുക്കൾക്കും ഡിസൈനർ ഉണ്ടായിരിക്കണം. ആ ഡിസൈനറെ മറ്റൊരാൾ ഡിസൈൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഉദാഹരണമായിട്ട് ഈ ചുമരുമേ ഒരു ചിത്രമുണ്ട്. ചിത്രമുള്ളത് കൊണ്ട് ചിത്രക്കാരൻ ഉണ്ടായിരിക്കണം. ആ ചിത്രക്കാരനെ മറ്റൊരു ചിത്രകാരൻ ഉണ്ടാവാൻ പാടില്ല. കാരണം ചിത്രകാരൻ വരക്കപ്പെടുന്ന വസ്തുവല്ല. നല്ലോണം മനസ്സിലാക്കണേ. വലിയൊരു 4 ഡോറുള്ള ഫ്രിഡ്ജ് സാംസങ്ങിൻ്റെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ മേലെ ഒരു ജാമിൻ്റെ പാത്രം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ജാമിൻ്റെ പാത്രം സ്വമേധയാ മറിഞ്ഞ് ബ്രെഡിൻ്റെ പാക്കറ്റിൽ നിന്ന് ഒരു ബ്രെഡുമ്മേ ലവ് ചിഹ്നത്തിൻ്റെ മാതിരി അങ്ങോട്ടായി ഉണ്ടാവില്ല. എങ്ങനെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ ആവും. ലവ് ചിഹ്നത്തിൻ്റെ മാതിരി ഡിസൈൻ ആയിട്ടുണ്ടോ, ഡിസൈനർ ഉണ്ടാവും. അല്ലാതെ ഡിസൈൻ ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ആയിട്ടുണ്ടാവും. അങ്ങനെയല്ലല്ലോ ഇപ്പം ആകണത്. മനുഷ്യന്മാരെ കണ്ണ് എത്ര കാലം കഴിഞ്ഞിട്ടും മോത്തന്നെയാണ്. കയ്യിൻ്റെ അടിക്ക് ഒരു കാരണവശാലും ആകണില്ല. ജാമിൻ്റെ പാത്രം മറിഞ്ഞതാണെങ്കിൽ ഒരാൾക്ക് ചന്തിമ്മേ, അങ്ങനെ ഒരാൾക്ക് കയ്യിൻ്റെ അടിയിൽ, ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടാവുക. എല്ലാവർക്കും മോത്തന്നെയാണ്. ഡിസൈനിങ് ഉണ്ട്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഡിസൈനിങ് ഉണ്ട്. അതിനാൽ ഡിസൈനർ ഉണ്ടായിരിക്കണം, അല്ലാതെ നടക്കൂല. ചിത്രമുണ്ട്, ചിത്രകാരനുണ്ടായിരിക്കണം. ആ ചിത്രകാരനെ മറ്റൊരാൾ ചിത്രീകരിച്ചതാവാൻ പാടില്ല. എന്തുകൊണ്ട്? ചിത്രകാരൻ വരക്കപ്പെടുന്നതല്ല. ഒരു പാട്ട് കേട്ടു നമ്മൾ, നല്ലൊരു പാട്ട്. ആരാ ആ പാട്ട് പാടിയത്? വിടൽ മൈദുക്കയാണ് പാടിയത്. അപ്പോ ഒരു പാട്ട് പാടി, ആയിക്കോട്ടെ. ആ പാട്ട് ആര് പാടി? വിടൽ മൈദുക്ക പാടി. വിടൽ മൈദുക്കാനെ ആരാണ് പാടിയത് എന്ന് ചോദിക്കാൻ പറ്റൂല. കാരണം വിടൽ മൈദുക്ക പാടപ്പെടുന്ന വസ്തു അല്ലല്ലോ. ചിത്രമുണ്ടെങ്കിൽ ചിത്രകാരൻ ഉണ്ടാവണം. ചിത്രകാരനെ വേറെ ആൾ വരക്കാം. ഈ കണ്ടു കാണപ്പെട്ട എല്ലാ സാധനത്തെയും ആരാ ഡിസൈൻ ചെയ്തത്? അള്ളാഹു തആല. അള്ളാനെ ആരാ ഡിസൈൻ ചെയ്തതെന്ന് ചോദിക്കാൻ പറ്റൂല. കാരണം എന്താണ്? പാട്ടുകാരൻ പാടപ്പെടുന്ന വസ്തുവല്ല. ആ ചോദ്യം ഏതുപോലെയാണ്? യേശുദാസിന് ആരാ പാടിയത് എന്ന് ചോദിക്കുമ്പോഴത്തെ ചോദ്യമാണ് എന്നർത്ഥം. അദ്ദേഹം പാടും. അദ്ദേഹം പാടപ്പെടുന്ന വസ്തുവായിരിക്കാൻ പാടില്ലല്ലോ. അതിനാൽ ഡിസൈൻ ഉള്ള വസ്തുക്കൾക്ക് ഡിസൈനർ ഉണ്ടായിരിക്കണം. ഡിസൈനറെ മറ്റൊരാൾ ഡിസൈൻ ചെയ്യാൻ പാടില്ലാത്തതാകുന്നു. എല്ലാ വസ്തുക്കളെയും അള്ളാഹു സംവിധാനിച്ചതാണ്. അള്ളാഹുവിനെ മറ്റൊരാൾ സംവിധാനിച്ചതായിരിക്കാൻ പാടില്ലാത്തതാണ്. ആ കാരണം കൊണ്ട് അള്ളാഹു വാജിബാകുന്നു. ഇതാണ് അള്ളാഹു ഉണ്ട് എന്ന നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മളെ വിശ്വാസം ഉറപ്പിച്ചിട്ട് അതിൻ്റെ തെളിവുകളൊക്കെ ഇത് മനസ്സിലാക്കുന്നതോടെ തന്നെ ബാക്കി സംശയം ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഇനി ചോദിക്കാൻ ഉണ്ടാവില്ല. ശരിക്കും ചോദ്യം എൻ്റെ കൂടെ തന്നെ പോയിട്ടുണ്ടാവും. പിന്നെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ കരുതിയിരിക്കുകയാണെങ്കിൽ അവനോട് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഉത്തരം പറയുകയും സാധ്യമാവണമെങ്കിൽ എന്തെങ്കിലും ഒരു നിയമത്തിൻ്റെ മേൽ രണ്ടുപേരും ഒക്കണം. ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലെ ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനും കഴിയുള്ളൂ.
ഒന്നും ബാധകമല്ലാത്ത ഒരാളാണെങ്കിൽ പിന്നെ അവനോട് ഒരിക്കലും വർത്തമാനം പറയാനൊന്നും കഴിയില്ല, അവന് തൗഫീക്കില്ല എന്ന് തീരുമാനിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അതാണ് സംഗതി. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് ഇതാണ്. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അതിനെയാണ് നമ്മൾ ഇലാഹിയത്ത് എന്ന് പറയുന്നത്. ഇനി നിരീശ്വരവാദത്തിന് നേരെ ഓപ്പോസിറ്റാണ്. എങ്കിലൊരു നിരീശ്വരവാദിയാണെങ്കിൽ ആ നിരീശ്വരവാദിയോട് അയാൾ പറയണ എന്താണ് നിരീശ്വരവാദമെന്ന്. ചിലവർ ഈശ്വരൻ എന്നതിന് പ്രകൃതി എന്ന് പേരിട്ടുണ്ടായിരിക്കും. ഓനത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. നീ എന്താണോ പ്രകൃതി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ഞങ്ങൾ അള്ളാഹു എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമേ അപ്പം ആ വിഷയത്തിൽ ഉണ്ടാവുള്ളൂ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നമ്മൾ അടുത്തൊരു വിഷയത്തിലേക്ക് പോകുമ്പോൾ യുക്തിവാദം. ഞാനൊന്ന് നിരീശ്വരവാദമാണ് പറഞ്ഞത്, നമ്മളെ സൈഡ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ആദ്യ ഭാഗം, അതാണ് നമ്മൾ പഠിക്കേണ്ടതുള്ളൂ, ബാക്കി പഠിഞ്ഞോളും. രണ്ടാമത്തത് യുക്തിവാദം. എന്താണ് യുക്തിവാദം എന്ന് പറഞ്ഞാൽ? നളറ് ഇസ്തിദലാലി എന്ന നമ്മളെ കിതാബിലൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമാണ് യുക്തിവാദം എന്ന് പറഞ്ഞത്. ചിന്തയുടെയും തെളിവിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങളെ വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും എല്ലാം ചെയ്യുന്നതിനാണ് യുക്തിവാദം എന്ന് പറയുന്നത്. നളറ് ചിന്ത, ഇസ്തിദലാൽ തെളിവ്. അതിൽ നളറിനെയാണ് യുക്തി എന്ന് പറയുന്നത്, ഇസ്തിദലാലിനെയാണ് സയൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇപ്പം ഇന്ന് പ്രയോഗത്തിലുള്ളത്. നളർ എന്ന് പറയുന്നത് ആണ് ചിന്തകൾ. അള്ളാഹു, ഞാൻ ആദ്യ തുടക്കത്തിൽ പറഞ്ഞു, അള്ളാഹു എന്നത് മസ്തിഷ്ക ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല. അള്ളാഹുവിലുള്ള വിശ്വാസം ഒതുങ്ങൂല, അതിൻ്റെ അനുബന്ധങ്ങൾ ഒതുങ്ങൂല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒതുങ്ങൂല എന്നുള്ളതാണ്. ഉദാഹരണം പറയാം. മരിക്കുമ്പോൾ വേദന ഉണ്ടാവും, ശക്തമായ വേദനയായിരിക്കും. ഇന്നലിൽ മൗത്തിലെ സക്കറാത്ത്, തീർച്ചയായും മരണത്തിന് ശക്തമായ വേദന ഉണ്ട്. സത്യത്തിൽ മരിക്കണതിൻ്റെ മുമ്പ് ബോധം പോവുമല്ലോ. ബോധാവസ്ഥയിൽ ഒരാൾ മരിക്കൂല, അബോധാവസ്ഥയിലാണ് മരിക്കുക. ഒരാൾ 5 സെക്കൻഡോട് മരിക്കുകയാണെങ്കിലും ആദ്യം അബോധാവസ്ഥ ഉണ്ടാവും, പിന്നെ മരണം ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവുക. ഒരാൾ ബോധത്തിൽ നിന്ന് അബോധാവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ ആദ്യത്തെ പടി കണ്ണ് ചിമ്പലാണ്, കണ്ണ് യാത്ര പറയലാണ്. ബോധത്തിൽ നിന്ന് ഇവിടെ കണ്ണിമ്പിരിക്കണവർ അങ്ങനെയൊന്നും അല്ലട്ടോ ഞാനീ പറയണേ, ഞാൻ അത് വിചാരിക്കണ്ട, അത് അങ്ങനെയൊന്നും പറയണില്ല. ഏതായാലും ഒരു കണ്ണുറക്കാൻ അത് കാരണമായി എന്നുള്ളത് സന്തോഷമുണ്ട്. എന്തായാലും ഒരു മനുഷ്യൻ ബോധാവസ്ഥയിൽ നിന്ന് അബോധാവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് കണ്ണ് യാത്ര പറയലാണ്. ദുനിയാവിലേക്ക് അവസാനമായി തുറക്കുന്നതും കണ്ണാണ്, ദുനിയാവിൽ നിന്ന് ആദ്യമായി അടക്കുന്നതും കണ്ണാണ്. കുട്ടികൾ മുഖത്തേക്ക് നോക്കൂലല്ലോ ശരിക്ക്, എവിടേക്കേലും ഇങ്ങനെ നോക്കുക ചെയ്യുക. പിന്നെ ഇങ്ങനെ ആദ്യം ഉമ്മാനെ നോക്കും, പിന്നെ വാപ്പാനെ നോക്കും, അങ്ങനെ മെല്ലെ മെല്ലെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നോട്ടം സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഭൂമിയിലേക്ക് ആദ്യമായി തുറക്കുന്ന വസ്തു കണ്ണാണ്. ഭൂമിയിൽ നിന്ന് ഒരാൾ ആദ്യമായി അടക്കുന്നതും കണ്ണാണ്. ഫസ്റ്റ് നോട്ടാണ് അവസാനിപ്പിക്കുക. നമുക്ക് തോന്നും വാപ്പ നമ്മൾ തന്നെ നോക്കണത് എന്ന്, പക്ഷെ നോട്ടം ആദ്യം പോകും. നോട്ടം പോകലാണ് അബോധാവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. അപ്പോൾ അബോധാവസ്ഥയിലേക്ക് പോയാൽ ശരിക്ക് വേദന അറിയാൻ പാടില്ല. ഇപ്പം നമ്മളൊരു 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സർജറി നടത്തുകയാണെങ്കിൽ അവനെ ബോധം കെടുത്തുകയാണ് ചെയ്യുക. ബോധം കെടുത്തിയാൽ പിന്നെ വേദന അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു മനുഷ്യനും ബോധാവസ്ഥയിൽ അല്ല മരിക്കുന്നത്. അതുകൊണ്ടാണ് മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ, ആരെങ്കിലും ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ആയാൽ എന്നാണ് പറഞ്ഞത്, ആക്കിയാൽ എന്നല്ല. ആക്കാൻ കഴിയൂല, ഓട്ടോമാറ്റിക്കാണ്, ആവുകയാണ് യഥാർത്ഥത്തിൽ. അപ്പം ഈ അബോധാവസ്ഥയിലാണ് മൗത്ത് നടക്കുന്നത്, മരണം നടക്കുന്നത്. എങ്കിൽ ഒരു 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സർജറിക്ക് വേദന അറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ ബോധം കെടുത്തുകയാണ് ചെയ്യുക. അങ്ങനെ നമ്മൾ എങ്ങനെ ആലോചിച്ചാലും ബോധ അവസ്ഥയിലല്ല അബോധാവസ്ഥയിലാണ് മരിക്കുന്നത് എന്നതിനാൽ വേദന ഇല്ലാതിരിക്കുകയാണ് വേണ്ടത്. പക്ഷേ വേദനയുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു കാരണം ഇതിനില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിയാണ് ബുദ്ധിയിൽ ഒതുങ്ങുക, ബാക്കിയൊക്കെ മുഹമ്മദ് നബിയിലാണ് ഒതുങ്ങുക സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്ന സാധനം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വസ്തുവിനെയും അള്ളാഹു തന്നിട്ടില്ല, നമുക്ക് മുഹമ്മദ് നബിനെ തന്നു, ബാക്കിയൊക്കെ മുഹമ്മദ് നബി തന്നു.
നിസ്കാരം അള്ളാഹു തആല നമുക്ക് തന്നിട്ടില്ലല്ലോ. നിസ്കാരം അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തിട്ട് നബിതങ്ങൾ നമുക്ക് തന്നു. ഖുർആൻ അള്ളാഹു തആല നമുക്ക് തന്നല്ലോ. അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹി, ഇബാദിഹി അല്ല, അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് തന്നു. നോമ്പ് അള്ളാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തിട്ട് നബിതങ്ങൾ ഞമ്മക്ക് അള്ളാഹു തആല തന്നത് മുഹമ്മദ് നബിയെ തന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഈമാൻ്റെ. അപ്പം നബിതങ്ങളോടുള്ള താല്പര്യവും ബന്ധവും ഇതെല്ലാമാണ് ഈമാൻ എന്ന് പറയുന്ന സംഗതി. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ. അപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം, വിശ്വാസപരമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് മസ്തിഷ്ക ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല. ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല എന്ന് പറയരുത്. കാരണം ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് ബുദ്ധി 3 തരത്തിലുണ്ടെന്നാണ്. ഒന്ന് മസ്തിഷ്ക ബുദ്ധിയുണ്ട്, ഒന്ന് ഹൃദയ ബുദ്ധിയുണ്ട്, മൂന്നാമത്തെ ഒരു ബുദ്ധിയും കൂടിയുണ്ട്, ആമാശയ ബുദ്ധി എന്ന് പറയുന്ന ഒരു ബുദ്ധിയും കൂടിയുണ്ട്. അതിൽ ബുദ്ധിയുടെ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നത് സാധാരണഗതിയിൽ മസ്തിഷ്കമാണ്. അതുകൊണ്ടാണ് നമ്മൾ മസ്തിഷ്ക ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല എന്ന് പറഞ്ഞത്. ഈമാൻ പറഞ്ഞോടത്ത് ഖുർആൻ പറഞ്ഞത് ലഹും ഖുലൂബുല്ലാ യഖിലൂന ബിഹാ എന്നാണ്. അവർക്ക് ചിന്തിക്കാത്ത തലണ്ട് എന്നല്ല, ചിന്തിക്കാത്ത ഹൃദയമുണ്ട് എന്നാണ്. അപ്പം ഹൃദയബന്ധിതമാണ് ഈമാന്. അതുകൊണ്ടാണല്ലോ ഹൃദയം വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഈമാൻ ഉണ്ടായില്ല എന്ന് പറഞ്ഞത്. അതിന്ന് മനസ്സിലാവും മസ്തിഷ്ക ബന്ധിതം അല്ല ഈമാൻ എന്ന് മനസ്സിലാവും. നമ്മൾ ഈ പറയുന്ന നെളുർ എന്ന് പറയുന്ന സാധനം മസ്തിഷ്ക ബന്ധിതമാണ്. അതിന് കുഴപ്പമൊന്നുമില്ല, അതിന് പ്രശ്നമൊന്നുമില്ല. യുക്തിവാദം എന്ന് പറഞ്ഞാൽ യുക്തിയും യുക്തിവാദവും രണ്ടാണ്. യുക്തി എന്ന് പറഞ്ഞാൽ ഹിക്മത്താണ്. യുക്തി എന്ന് പറഞ്ഞ സാധനം ഹിക്മത്താണ്. അതിനെ ഇസ്ലാമികമായ യുക്തിവാദം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അപ്പോൾ യുക്തിവാദം എന്ന് പറയില്ല എന്നുള്ളത് വേറൊരു വിഷയമാണ്. എന്നാലും സാധനം യുക്തി തന്നെയാണ്. ഹിക്മത്ത് 2 എണ്ണം ഉണ്ട്. അൽ ഹിക്മയും ഉണ്ട്, ഹിക്മയും ഉണ്ട്. അൽ ഹിക്മ എന്ന് പറയുന്നത് അറിയപ്പെട്ട ഹിക്മത്ത് എന്ന് പറയാം. അലിഫ്ലാം മാരിഫയുടെ അലിഫ്ലാം. അത് പറഞ്ഞാൽ അൽ ഹിക്മ എന്ന് പറയുന്നത് ഹാക്കിമിൽ നിന്ന് വാരിതായതിനാണ് അൽ ഹിക്മ എന്ന് പറയുന്നത്. ഐഡിയ ആണ്, എവിടുന്ന് കിട്ടിയ ഐഡിയ ആണ് എന്നുള്ളതിന് ഉത്തരം ഉണ്ടെങ്കിൽ അൽ ഹിക്മയാണ്. ഉദാഹരണം പറയാം. ഒരു കള്ളുടിയനെ കണ്ട് നമ്മൾ വിചാരിക്കുക, പക്ഷേ ഓനിപ്പോൾ എങ്ങനെയും ഒന്ന് വർത്താനം പറഞ്ഞ് നേരാക്കണമല്ലോ എന്ന് തോന്നി. ഒന്ന് വർത്താനം പറഞ്ഞാണ്ട് ഓനൊന്ന് നേരാക്കണമല്ലോ എന്ന് തോന്നി. അപ്പം നമുക്കിങ്ങനെ തോന്നി അമ്മാനെ പറ്റി പറഞ്ഞാൽ നേരാവുകാരം എന്ന് തോന്നി. അങ്ങനെ നമ്മൾ ഉമ്മാനെ പറ്റി പറഞ്ഞു. അപ്പോൾ നേരായി. അപ്പോൾ ഉമ്മാനെ പറ്റി പറയാന്നുള്ളത് ഒരു ഐഡിയ ആണ്, ഒരു ഹിക്മത്താണ്. അപ്പോൾ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കും, എനിക്ക് ഈ ഐഡിയ എവിടുന്ന് കിട്ടിയത്? അതിൽ നമ്മൾ പറഞ്ഞു, അതെ ഗൗസുല്ലാദം ഇങ്ങനെ യാത്ര പോകുമ്പോൾ കുറച്ച് കൊള്ളക്കാരെ കണ്ടേക്കിന് ഇമ്മാനെ പറഞ്ഞ പോലും നേരായല്ല, ഇന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞാൽ അൽ ഹിക്മയാണ്. ഹാക്കിമിൽ നിന്ന് വാരിതാകുന്നതിനാണ് അൽ ഹിക്മ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദഅവത്ത് നടത്താൻ പറഞ്ഞിട്ടുള്ളത്. ഉദു ഇലാ സബീലി റബ്ബിക ബി അൽ ഹിക്മത്തിയാണ് പറഞ്ഞത്, ബി ഹിക്മത്തി അല്ല. അപ്പം അതുകൊണ്ട് അതാണ്. ഇതിൽ നിന്ന് അലിഫ്ലാമിനെ നീക്കം ചെയ്തതാണ് ഹിക്മത്ത് എന്നത്. അതിന് നമ്മൾ ഐഡിയ എന്ന് പറയും. ചിലപ്പം ശരിയാവും ചെയ്യും, ചിലപ്പോൾ ശരിയാവാതിരിക്കുകയും ചെയ്യും. രണ്ടും സംഭവിച്ചേക്കാം. ചിലപ്പോൾ ഒക്കെ ചക്കടുമ്പോൾ മുയൽ കിട്ടും. എന്നും ചക്കട്ടുമ്പോൾ മുയൽ കിട്ടിക്കോളണമെന്നില്ല. മുയൽ താഴെ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. അതാണ് സംഗതി. അപ്പോൾ ഹിക്മ ചിലപ്പോൾ നടന്നു എന്ന് വരും, അല്ലെങ്കിൽ നടക്കാതിരിക്കുകയും ചെയ്തേക്കാം. അതാണ് ഹിക്മ എന്ന് പറഞ്ഞത്. ഇത് അതായത് ഹിക്മത്തിന് 2 തലങ്ങളുണ്ട്. ഒന്ന് അസീസിയ ഹിക്മത്തും ഒന്ന് അലീമിയ ഹിക്മത്തും ഉണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞ യുക്തി തന്നെയാണ്. പക്ഷെ എന്തല്ല, വിമർശിക്കപ്പെടുന്ന യുക്തിവാദമല്ല. സാധനം ഇതൊക്കെ യുക്തി തന്നെയാണ്. ഹിക്മത്തിന് 2 തലമുണ്ട്. ഒന്ന് അസീസിയായ ഹിക്മത്തുണ്ട്, ഒന്ന് അലീമിയായ ഹിക്മത്തുണ്ട്. അസീസിയായ ഹിക്മത്ത് എന്ന് പറഞ്ഞത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നതും അലീമിയായ ഹിക്മത്ത് എന്ന് പറയുന്നത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നതുമാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരാൾ പറഞ്ഞു, ചില ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കത് കേൾക്കാൻ തോന്നും, അതനുസരിക്കാനായിട്ട് തോന്നും. എന്താ കാരണം? അതാണ് അസീസിയായ ഹിക്മത്ത് പറഞ്ഞത്. പഴയ കാലത്ത് നമ്മളൊക്കെ നാട്ടിൽ മൊല്ലാക്കാർ ഉണ്ടാവും. അപ്പോൾ മൊല്ലാക്ക പള്ളിയിൽ ബാങ്ക് കൊടുത്താണ്ട് അസ്രസ്കാരം കഴിഞ്ഞിട്ട് പെരേക്ക് ഇങ്ങനെ പോകുമ്പോൾ പീഡിയക്കൊലയുമ്പോൾ ഇരിക്കുന്ന ആൾക്കാർക്ക് നീച്ചിക്കാൻ അങ്ങോട്ട് തോന്നും. അതെന്താ കാരണം? അത് മൊല്ലാക്കാക്ക് അലിക്കുമുണ്ട് എന്നുള്ളതാണ് കാരണം. യോഗ്യതയുണ്ട്, അസീസിയത്ത്. ഇതാണ് യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള സംസാരം എന്ന് പറയുന്നത്. രണ്ടാമത്തത് അലീമിയായതാണ്. വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ, കാരണങ്ങൾ, അവ തമ്മിലുള്ള ബന്ധങ്ങൾ
ഇല്ലത്തുകൾ ഹീലത്തുകൾ എല്ലാം പറഞ്ഞുകൊണ്ട് വിഷയത്തെ ബോധിപ്പിച്ച് കൊടുക്കുന്നതിനാണ് അലീമിയ ഹിക്മത്ത്. പറഞ്ഞ് മനസ്സിലാവുകയാണ് പറഞ്ഞു അറിയില്ലേ, ആണ് അസീസിയായത് അല്ല അലീമിയായത്. വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മറ്റേത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ. യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ തോനെ വർത്താനൊന്നും വേണ്ടി വരില്ല. ചില ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കിട്ടിയാൽ മതി എന്ന് എഴുതിയിട്ട് നമ്മൾ ചെവിയൊക്കെ കൂർപ്പിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. അത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോഴാണ്. മറ്റേത് ഇങ്ങനെ പറഞ്ഞു കേട്ടതിന് ശേഷം പോകുമ്പോൾ ഇപ്പം കുറേ എന്തൊക്കെ പറഞ്ഞു എന്നല്ലാതെ നമുക്കൊന്നും തിരിഞ്ഞില്ല അറിയും. അങ്ങനെയുണ്ട് സംഗതി. അപ്പോൾ ഇത് രണ്ടുമാണ് സംഗതി. ഇത് രണ്ടും മംദൂഹാണ്. അതായത് യുക്തിയിൽ രണ്ടെണ്ണം ഉണ്ട്, മംദൂഹമുണ്ട്, മദ്മൂമും ഉണ്ട്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു തൻ്റെ ബുദ്ധിയെ ഉപയോഗപ്പെടുത്തി വളരെയധികം ചിന്തിക്കുകയും അതിനനുസരിച്ച് വളരെയധികം തത്വങ്ങൾ പറയുകയും ചെയ്ത ആളാണ്. അതും യുക്തി തന്നെയാണ്, പക്ഷെ മംദൂഹാണ്, സ്തുതിക്കപ്പെടുന്നതാണ്. അതിൻ്റെ ഒരു ഗുണം, അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഹിക്മത്ത് നമുക്ക് പറയാം, പക്ഷെ അത് ഈമാനല്ല. ഹബീബിങ്ങളെ ഉദാഹരണം പറയാം. മൂത്രത്തിൽ തുപ്പരുതേ, എന്തേ? പല്ല് മഞ്ഞ നിറമാകും. അതിൻ്റെ ഹിക്മത്താണ്. പല്ല് മഞ്ഞ നിറം ആവൂല എന്ന് വിചാരിക്കുക, എന്നാൽ തുപ്പാൻ പാടുണ്ടോ? ഇല്ല, അത് വേറെ സാധനമാണ്. പറഞ്ഞൊക്കെ നമ്മക്ക് എന്നേ ഉള്ളൂ. ഒത്തില്ലെങ്കിലും തുപ്പാൻ പാടില്ല എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്. ഇതാണ് മംദൂഹ്. സാധനം നമുക്ക് ഇങ്ങനെയൊക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പം എന്താ സുബഹിൻ്റെ മുമ്പ് ജനിച്ചത്? സുബഹിക്കരിച്ചിട്ടാണെങ്കിൽ അബ്ദുൽ മുത്തലിബിനോട് പറയാൻ പോകാൻ വെളിച്ചം ഉണ്ടാവും, സൗകര്യമാവില്ല എന്ന് നമുക്കങ്ങനെ തോന്നുകയാണ്. അപ്പം നമ്മളിങ്ങനെ ആലോചിച്ചപ്പോൾ കിട്ടിയ അത് ഫജ്ർ, അതായത് ഫജ്ർ സ്വാദിക്ക് വെളിവാകുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരു പ്രകാശമുണ്ടാവും. ആ പ്രകാശം കൂടി കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം എന്ന് പറഞ്ഞോക്കണേന് കുഴപ്പമൊന്നുമില്ല. ആണെങ്കിലും അല്ലെങ്കിലും നബിതങ്ങൾ ജനിച്ചത് തിങ്കളാഴ്ച സുബഹിയോട് അടുത്ത സമയം തന്നെ ആകുന്നു എന്നുള്ളിടത്തേക്ക് എത്തണം. ഇതാണ് മംദൂഹ്. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ നമ്മൾ പറയലുണ്ട്. അതിനാണ് ഹിക്മത്ത് എന്ന് പറയുക. കൈ എന്തിനാ അവിടെ തന്നെ കെട്ടുന്നത്? അത് ഹൃദയത്തിൽ ഈമാൻ സ്ഥിരമായി നിൽക്കാൻ വേണ്ടിയുള്ള സൂചനയായിട്ട് ആയിരിക്കാം. അല്ലെങ്കിലും കൈ അവിടെ തന്നെ കെട്ടേണ്ടത്. ഇതാണ് സംഗതി മംദൂഹ്. മദ്മൂം എന്ന് പറയുന്നതാണ് യുക്തിവാദം എന്ന് പറയുന്നത്. യുക്തിയിൽ ഒതുങ്ങാത്തതിനാൽ വേണ്ടാന്ന് വെക്കുക, അതാണ് മദ്മൂമായത്, അതാണ് യുക്തിവാദം. അപ്പം അതിൽപ്പെട്ട ഒന്നാണ്, ആദ്യ ഭാഗമാണ് നദിർ എന്ന് പറയുന്ന ചിന്ത. അതിൽ കുറേ കാര്യങ്ങളുണ്ട്. മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവൻ്റെ ബുദ്ധിയിൽ തന്നെയുണ്ട്, അവൻ്റെ യുക്തിയിൽ തന്നെ ഉണ്ട് എന്നതാണ് അതിലെ ഒന്നാം ഭാഗം. മനുഷ്യന് എങ്ങനെ എന്തൊക്കെ പറ്റൂ എന്തൊക്കെ പറ്റൂല എന്നുള്ളത് അവന് സ്വയമായി തീരുമാനിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പറയുന്നത്. ലോകത്തെ എല്ലാ ജീവികളുടെയും വിവരവും മനുഷ്യൻ്റെ വിവരവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ലോകത്തെ എല്ലാ ജീവികൾക്കും വിവരവും മനുഷ്യന് വിവരത്തിനുള്ള വിവരവുമാണ് നൽകപ്പെട്ടിട്ടുള്ളത്. ലോകത്തെ എല്ലാ സാധനങ്ങൾക്കും വിവരമുണ്ട്. പൂച്ചക്ക് വിവരമുണ്ട്. എന്താ വിവരം? 2 വിവരമാണുള്ളത്. ഒന്ന് ജൽബുൽ മൻഫഅത്ത് എന്ന ഉപകാരത്തെ കൊണ്ടുവരാനുള്ള വിവരവും 2 ദഫ്ഉൽ മളറത്ത് എന്ന ഉപദ്രവത്തെ തടയാനുള്ള വിവരവും. സർക്കസിൽ ആന സല്യൂട്ട് അടിച്ചു കാണിക്കും. എന്തിന്? പനമ്പട്ട കിട്ടാൻ, ഒജിനം കിട്ടാൻ. ജൽബുൽ മൻഫഅത്ത്. പിന്നെ കാണിക്കും എന്തിന്? ദഫ്ഉൽ മളറത്ത്, അടി കിട്ടുന്നത് തടുക്കാൻ. നായയെ കാണുമ്പോൾ പൂച്ച ഓടുന്നു. എന്താ കാരണം? ജീവൻ കിട്ടാൻ. ദഫ്ഉൽ മളറത്ത്. മനുഷ്യൻ അങ്ങനെ തന്നെ ഓടൂല. എന്താ കാരണം? പൂച്ചൻ്റെ വിവരം മനുഷ്യൻ്റെ വിവരം ഒരേ മാതിരിയല്ല. മനുഷ്യൻ നോക്കുക, എന്താ കാട്ടണമെന്ന് നോക്കാലോ, അതിന് ശേഷം നമുക്ക് തീരുമാനമാക്കിയിട്ട് എന്താ വെച്ചാൽ ചെയ്യാം. ഇതാണ് മനുഷ്യൻ തമ്മിൽ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും ഗൈഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മൾ സാധാരണ പറയും നീർക്കോലി കുട്ടിക്ക് നീന്താൻ പഠിപ്പിക്കണ്ടെന്ന്. ഓട്ടോമാറ്റിക് നീന്തും. മനുഷ്യക്കുട്ടിനിട്ടാലും നീന്തൂല, വെള്ളം കുടിച്ച് തീർക്കും. കടൽ മുഴുവൻ കുടിച്ചു തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയേ ചെയ്യുള്ളൂ, നീന്താൻ ശ്രമിക്കൂല. കാരണം മനുഷ്യനത് പഠിച്ചെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. പഠിക്കണമെങ്കിൽ ഗൈഡൻസ് ഉണ്ടായിരിക്കണം. ഒരാൾക്ക് പഠനത്തിൽ എപ്പോഴാണ് തെറ്റുക? ഗുരുവിന് തെറ്റിയാൽ ശിഷ്യന് തെറ്റും. പഠനത്തിലൊരു മനുഷ്യൻ എപ്പോഴാണ് തെറ്റുക? പഠിപ്പിക്കുന്നവന് തെറ്റിയാൽ പഠിക്കുന്നവന് തെറ്റിയിരിക്കും. അതിനാൽ പഠിപ്പിക്കുന്നവന് തെറ്റാൻ പാടില്ല. അതിനാൽ അള്ളാഹു അമ്പിയാക്കളെ അയച്ചു, അവർ മാസൂമിങ്ങളാണ്.
പഠിപ്പിക്കുന്ന ആൾക്ക് തെറ്റാൻ പാടില്ല. അതുകൊണ്ട് ഇലാഹിയായ വഴിയിൽ നിന്നാണ് മനുഷ്യന് ഗൈഡൻസ് വരേണ്ടത്. സ്വന്തമായിട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പം ചില ആൾക്കാർ പറയും അല്ല ഉണ്ട് അറിയും. അപ്പം നമ്മൾ അവരോട് ചോദിക്കും, ചെറിയ കുട്ടികൾ അപ്പി തിന്നുമല്ലോ, അത് പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ അത് കുട്ടികളാവുമ്പോൾ പറ്റുന്നാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ തടുക്കണേ? എന്നാ തിന്നോട്ടെ വെച്ചാൽ പോരെ. പറ്റൂല എന്നാണെങ്കിൽ ജന്മന ഇല്ല എന്ന് തന്നെയല്ലേ വരുന്നത്. നമ്മളെ വാദം അതാണ്, ജന്മന ഇല്ല, ഉണ്ടാക്കി കൊടുത്താലേ ഉണ്ടാവുള്ളൂ. അതിന് ഇലാഹിയായ മാർഗത്തിൽ നിന്ന് തന്നെ ഗൈഡൻസ് വരേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി എന്താ വെച്ചാൽ, ഈമാൻ നെളിറിൽ, ചിന്തയിൽ ഒതുങ്ങുന്നതല്ല, നന്മയും ചിന്തയിൽ ഒതുങ്ങുന്നതല്ല. ഹിക്മത്ത് പറഞ്ഞു നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ, പറഞ്ഞ മാതിരി തന്നെ ആയിക്കൊള്ളണം എന്നില്ല. രണ്ടാമത്തേത് ഇസ്തിദ്ലാൽ. ഇസ്തിദ്ലാലിൻ്റെ ഭാഗമായിട്ടാണ് സയൻസ് വരുന്നത്. സയൻസ് കൊണ്ട് അള്ളാഹുവിനെ തെളിയിക്കാൻ കഴിയൂല. എന്തുകൊണ്ട്? സയൻസ് അതിനുള്ളതല്ല. എന്നെ കാരണം സയൻസ് അള്ളാഹിനെ തെളിയിക്കാനുള്ള സംഭവം അല്ല, അതുകൊണ്ട് തന്നെ കഴിയാത്തത്. സയൻസ് വേറെ കുറേ ആവശ്യങ്ങൾക്കുള്ളതാണ്, അള്ളാഹുവിനെ തെളിയിക്കാനുള്ളതല്ല. അതിനാൽ സയൻസ് കൊണ്ട് കഴിയും. സയൻസ് നമ്മൾ വിമർശിക്കണമെന്നില്ല, കാരണം സയൻസ് വേറെ കുറേ ആവശ്യങ്ങൾക്കുള്ളതാണ്, അത് നമുക്ക് ആവശ്യമുണ്ട്. സയൻസ് അള്ളാഹുവിനെ തെളിയിക്കാനുള്ളതല്ല, അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ തെളിയിക്കാൻ അതുകൊണ്ടോട്ട് കഴിയൂല, കഴിയണമെന്നില്ല. സയൻസ് കൊണ്ട് തെളിയണമെന്ന് വാശി പിടിപ്പിക്കുന്നത് ഈമാനും അല്ലാതെ വിവരമാണ്. ഈ വിശ്വാസപരമായ കാര്യങ്ങളും വിവരവും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. ഒരു കാര്യം ഇപ്പോൾ ഈ സ്റ്റാൻഡുമായി ഇരിക്കുന്നത് ഈ നമ്മളെ സൗണ്ട് ബോക്സ് ആകുന്നു എന്നത് ഇപ്പോൾ ഇൽമാണല്ലോ, അത് ഈമാനല്ലല്ലോ. ഈമാൻ എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ ഇൽമിൻ്റെ തലത്തിലേക്ക് വരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ സയൻസ് കൊണ്ട് തെളിയിച്ചാൽ അത് വിവരമാണല്ലോ ആകുന്നത്, ഈമാനല്ലല്ലോ ആവുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്തിദ്ലാൽ, ഇന്ന് വേറെ ഇസ്തിദ്ലാലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇസ്തിദ്ലാൽ, അള്ളാഹു മൗജൂദുൻ ഖദീമുൻ ബാക്കിയൊക്കെ പറഞ്ഞ ഇസ്തിദ്ലാൽ. പക്ഷേ ഈ ഇസ്തിദ്ലാൽ അതല്ല ഉദ്ദേശിക്കുന്നത്. ഈ ഇസ്തിദ്ലാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സയൻസിനെയാണ്. ഇനിയുള്ള മൂന്നാമത്തെ ഒരു കാര്യമാണ്, അതും കൂടിയും പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം, ലിബറലിസം എന്ന് പറയുന്നത്. മൂന്ന് കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഒന്ന് നിരീശ്വരവാദം, രണ്ട് യുക്തിവാദം, മൂന്ന് ലിബറലിസം. പിന്നെ ബാക്കിയൊക്കെ അതിൽ ഒതുങ്ങിക്കിട്ടും. ലിബറലിസം എന്ന് പറയുന്നത് 1860 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ആശയമാണ്. AD 1860 മുതലാണ് ലിബറലിസം എന്ന ആശയം വരുന്നത്. സർവത്ര സ്വതന്ത്രതാവാദം എന്നതാണ് അതിൻ്റെ മലയാളം. സർവത്ര സ്വതന്ത്രതാവാദം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രനായിരിക്കണം എന്ന വാദമാണ് സർവത്ര സ്വതന്ത്രവാദം. ഈ ലിബറലിസം എന്ന് പറയുന്ന ആശയം വരുന്നത് മനുഷ്യൻ അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു കാലത്ത് അതിൽ നിന്ന് മോചനത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു മുദ്രാവാക്യമാണ്. നമ്മളെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ, നമ്മളെ നാട്ടിൽ ഒരു കാലത്ത് ജമ്മി കുടിയാൻ വ്യവസ്ഥയുണ്ടായിരുന്നു. ജമ്മി കുടിയാൻ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഭൂമികളെല്ലാം ജമ്മിയുടേതാണ്. കർഷകന്മാർ അതിൽ കൃഷി ചെയ്യും. കൃഷി ചെയ്ത് വിളവെടുത്താൽ ജമ്മിയുടെ ആളുകൾ വന്ന് ഓൽക്ക് ആവശ്യമുള്ളത് മുഴുവൻ കൊണ്ടുപോയിട്ട് ബാക്കി ഇവിടെ ഇട്ട് കൊടുക്കും. അത് കർഷകനെടുക്കാം. കർഷകന്റെ കൂലി കണക്കാക്കി കൊടുത്തിട്ട് ബാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, ജമ്മിക്ക് ആവശ്യമുള്ളതൊക്കെ കൊണ്ടുപോയിട്ട് ബാക്കി ഇവിടെ ഇട്ട് കൊടുക്കും. ഇതാണ് ജമ്മി കുടിയാൻ വ്യവസ്ഥ. ഇതാണ്. ഇങ്ങനെ തത്തുല്യമായ കുറേ കാര്യങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നടപ്പിലുണ്ടായിരുന്നു. ഇവകൾക്കെതിരെയുള്ള ഉയർന്നു വന്ന ഒരാശയമാണ് ലിബറലിസം എന്ന് പറയുന്നത്. അത് പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം കൾച്ചറൽ ലിബറലിസം എന്ന പേരിലേക്ക് മാറി. സാംസ്കാരിക സ്വതന്ത്രതാവാദം. സാംസ്കാരിക സ്വതന്ത്രതാവാദം എന്ന് പറയുന്നത് നിലവിലുള്ള സംസ്കാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓപ്പോസിറ്റ് വാദിക്കുന്നതാണ്. കൾച്ചറൽ ലിബറലിസം എന്ന് പറഞ്ഞത്. ഒരു നാട്ടിൽ ചെന്നു, ആ നാട്ടിൽ ആണുങ്ങളൊക്കെ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുകയാണ്. അപ്പം നേരെ ഓപ്പോസിറ്റ് വാദിക്കുക. അങ്ങനെയല്ല വേണ്ടത്, ആണിനും പെണ്ണിനെയാണ് കല്യാണം കഴിക്കേണ്ടത് എന്ന് വാദിക്കുന്നതാണ് കൾച്ചറൽ ലിബറലിസം എന്ന് പറയുന്നത്. വേറൊരു നാട്ടിൽ ചെന്നപ്പോൾ അവിടെ ആണുങ്ങളെ തന്നെ കല്യാണം കഴിക്കുകയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഇങ്ങോട്ടും പറയണം. അതാണ് ഈ കൾച്ചറൽ ലിബറലിസം. ഒരു നാട്ടിൽ എങ്ങനെ നടപ്പുള്ള വെച്ചാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറയാം. കുറേ കാലം കഴിഞ്ഞപ്പോൾ അത് സോഷ്യൽ ലിബറലിസം എന്ന പേരിലേക്ക് മാറി. സോഷ്യൽ ലിബറലിസം എന്ന് പറയുന്നത് സാമൂഹിക പുരോഗതിയെ ലക്ഷ്യമാക്കിയാണെന്ന് പറഞ്ഞ് നിലവിലുള്ള വ്യവസ്ഥിതിക്കെതിരെയൊക്കെ നീങ്ങുന്നതാണ് സോഷ്യൽ ലിബറലിസം. ഇന്ന് നിലവിലുള്ളത് ഇതൊന്നുമല്ല, പൊളിറ്റിക്കൽ ലിബറലിസമാണ്. പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം,
വോട്ട് കിട്ടാൻ എങ്ങനെയാണോ പറയേണ്ടത് അങ്ങനെ പറയുന്നതിനാണ്, പ്രത്യേകിച്ച് ക്യാമ്പസുകളിലൊക്കെ ക്യാമ്പസിൽ വോട്ട് കിട്ടാൻ എങ്ങനെയാണ് പറയേണ്ടത് അങ്ങനെ പറയുന്നതിനാണ് പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറഞ്ഞത്. വോട്ട് കിട്ടൂലെന്ന് തോന്നിയാൽ നേരെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ പറയണത് എന്തുതന്നെയാണ്? പൊളിറ്റിക്കൽ ലിബറലിസം തന്നെയാകുന്നു. അതാണ് പൊളിറ്റിക്കൽ ലിബറലിസം. ഇന്ന് നമുക്ക് നിലവിലുള്ള സാധനം ഈ പൊളിറ്റിക്കൽ ലിബറലിസമാണ്. പക്ഷെ എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ, പൊളിറ്റിക്കൽ ലിബറലിസം ചില ആളുകളെ സ്വാധീനിച്ചതിനാൽ തോന്നിയമായിരിക്കെ വാദിക്കുന്ന തരത്തിലേക്ക് ഇന്ന് സാഹചര്യം മാറിയതിൽ നിന്നാണ് സ്ത്രീ പക്ഷപാതം തുടങ്ങിയ സംഗതികളൊക്കെ ഉയർന്നു വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ് ഇസ്ലാമിലെ സ്ത്രീ. ഇസ്ലാമിലെ സ്ത്രീയാണ് ഇപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ചർച്ചയ്ക്ക് വരിക. ഇസ്ലാമിലെ പുരുഷനും ഒരു ചർച്ചാ വിഷയം തന്നെയാണ്, പക്ഷെ അതാരും ചർച്ച ചെയ്യലില്ല എന്ന് മാത്രം. ഇസ്ലാമിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 4 എണ്ണമാണ്. ഒന്ന് ഇബാദാത്തുകൾ, പിന്നെ രണ്ടാമത്തത് മുആമലാത്തുകൾ, ഇടപാടുകൾ, മൂന്നാമത്തത് മുനാക്കഹാത്ത്, കെട്ടുബന്ധങ്ങൾ, നാലാമത്തത് ജിനായാത്ത് എന്ന് പറയുന്ന നിയമങ്ങൾ, വ്യവസ്ഥകൾ, കോടതിയിൽ നടക്കുന്ന വ്യവഹാരങ്ങൾ. ഇങ്ങനെ 4 നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത്. ഒന്ന് ഇബാദാത്ത്, 2 മുആമലാത്ത്, 3 മുനാക്കഹാത്ത്, 4 ജിനായാത്ത്. ഇതിൽ നമ്മൾ ഒന്ന് ഒഴിഞ്ഞിരുന്നിട്ട് ആണും പെണ്ണും വ്യത്യാസമായി വരുന്നത് എവിടെയൊക്കെയെന്നൊന്ന് പരിശോധിച്ച് നോക്കണം. അങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് മാക്സിമം 15 എണ്ണാൻ കിട്ടും. അധികം നമ്മളെ എണ്ണൽ 10 നിൽക്കും. കുറച്ച് കാര്യങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, ഇമാമുക്കവന് പെണ്ണിന് പറ്റണില്ല, ആണ് വേണം. നിക്കാഹിൻ്റെ വലിയാകാൻ ആണ് വേണം. ഖാദിയാകാൻ ആണ് വേണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഒരു 10-15 എണ്ണം. ഇരിക്കണത് പെണ്ണാണ്, ആണ് ഇരിക്കണില്ല. ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ കിട്ടും. രണ്ടാമത് വേണ്ടത് എന്താ വെച്ചാൽ ഇതിൽ നിരുപാധികം ഏതാണ് നോക്കണം. ഇപ്പം ഇമാമുക്കാൻ ആണാ വേണ്ടത്, പക്ഷെ നിരുപാധികമല്ല. പെണ്ണിന് ഇമാമുക്കാൻ പറ്റുന്ന സമയമുണ്ട്, നിരുപാധികമല്ല. അങ്ങനെ നിരുപാധികമുള്ളത് അല്ല, ഉപാധികളോടെ പറ്റുന്നതൊക്കെ വെട്ടിയാൽ അവസാനം ഒരു 4 കാര്യം 5 കാര്യം കിട്ടും. ഒരു 5 കാര്യങ്ങൾ കിട്ടും. ഒന്ന്, ഇരിക്കാൻ പെണ്ണിനെ പറ്റുള്ളൂ. എന്താ കാരണം? ഗർഭപാത്രം ഓക്കാണുള്ളത്, എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമല്ലോ ഉള്ളത്. ഗർഭപാത്രം ഒഴിവായോ എന്നറിയാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ ഇരിക്കണത്. അത് ഓക്കാണുള്ളത്. ഇനിയിപ്പോൾ എന്താ കാട്ടുക? ഒരു രക്ഷയില്ലല്ലോ അപ്പം അതിന്. എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമുള്ളൂ അത്. പക്ഷെ അവിടെ എന്തുണ്ട് വെച്ചാൽ ഗർഭപാത്രം ഒഴിവാകാൻ വേണ്ടി എന്നത് ഹിക്മത്താണ്. പുതിയ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരാൾ പിന്നെ സ്കാൻ ചെയ്ത് നോക്കി, അല്ലെങ്കിൽ പിന്നെ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തി നോക്കിയിട്ട് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ പിന്നെ ഇരിക്കണ്ടയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതതിൻ്റെ ഹിക്മത്താണ്. ആ ഹിക്മത്ത് ഉണ്ടായാലും ഇരിക്കണം, ഹിക്മത്ത് ഉണ്ടായില്ലെങ്കിലും ഇരിക്കണം. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഹിക്മത്ത് പിന്നെ ഇതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതില്ലാത്തതിനാൽ ഇരിക്കേണ്ടതില്ല എന്ന് പറയുന്നതാണ് മദ്മൂമായ യുക്തിവാദം എന്ന് പറയുന്നത്. മറ്റേത് മംദൂഹാണ്, നമുക്ക് ആലോചിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നതാണ് മംദൂഹായ സംഗതി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഒന്ന് അതായിരിക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഇതുണ്ടല്ലോ, ബഹുഭാര്യത്വം. പുരുഷന്മാർക്ക് ബഹുഭാര്യത്വം പറ്റും, ബഹുഭർത്തൃത്വം പറ്റൂല. അപ്പോൾ അതിൽ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട്? അത് വളരെ സിമ്പിളാണ് അതിൻ്റെ ഉത്തരം. ഒരു പെണ്ണിന് പരമാവധി എത്ര കുട്ടികളെ അമ്മയാവാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറിയ 15 കുട്ടികളെ അമ്മയാവാൻ പറ്റും. ഒരു പുരുഷന് എത്ര കുട്ടികളെ വാപ്പയാകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിപ്പോൾ 100-ലൊന്നും ഒതുങ്ങൂല. അപ്പം അതിനുള്ള സംവിധാനം വേണം. അത് ഉണ്ടാക്കി ഇസ്ലാം ദീന്. പക്ഷെ അങ്ങനെ കയറൂരി വിട്ടാൽ പറ്റൂലല്ലോ എന്നുള്ളതുകൊണ്ട് 4 ഒതുക്കി. അതല്ലപ്പോൾ ചെയ്തിട്ടുള്ളത്. സംഭവം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്നതിനുള്ള സംഗതി അങ്ങനെ തന്നെയാണല്ലോ ഉള്ളത്. നടക്കാത്ത കേസിന് പിന്നെ നടക്കൂല എന്ന് പറയല്ലാതെ ഇസ്ലാം നടക്കുന്നുണ്ട് കാര്യമുണ്ടോ? ഒരു പെണ്ണിന് പരമാവധി പോയാൽ ഒരു 20 കുട്ടികളെ അമ്മ അവനെ കഴിയുള്ളൂ. അതിന് ഒരാളെന്നെ ഇഷ്ടം പോലെ. നേരെ മറിച്ച് ആണിന് അങ്ങനെയല്ല, ഒരു 100 കുട്ടികളെങ്കിലും വാപ്പയാവാൻ വേണ്ടി കയ്യെങ്കിൽ ഓന് കെട്ടാൻ തന്നെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ബാഅത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്ന് മാത്രമൊന്നല്ല. മനിസ്താമിൻകുമൽ ബാഅത്ത എന്ന് പറഞ്ഞത് ജിമായിൻ്റെ തോക്കത്തയിൽ ഉൾപ്പെടും. ബാഅത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ചെയ്തു കൊടുക്കേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവൻ ബാഅത്ത് തന്നെയാണ്. അല്ലാതെ ആഴ്ചയിൽ ഒരു ഇറച്ചി വാങ്ങി കൊടുക്കുക, ഇടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് കൊടുക്കുക എന്നൊന്നല്ല. ബാഅത്തിൽ ഈ പറഞ്ഞ മുഴുവൻ സാധനങ്ങൾ ഉൾപ്പെടും. അപ്പം അത് കയ്യെങ്കിലാണല്ലോ ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ വിഷയവും നമ്മൾ പഠിക്കുമ്പോൾ ആ വിഷയത്തിൽ എന്താണ് നമ്മുടെ പക്ഷം എന്നുള്ളത് ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാ വിഷയങ്ങളിലും അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്.
അപ്പം ഇങ്ങനെ നമ്മൾ കീറി മുറിച്ച് നോക്കിയാൽ ആകെ 5 കാര്യങ്ങളാണ് വരിക. നിരുപാധികമായി സ്ത്രീകൾക്ക് പാടില്ലാത്തതും പുരുഷന് മാത്രം പാടുള്ളതുമായ കാര്യങ്ങൾ 5 കാര്യങ്ങളെ വരുള്ളൂ. ആകെ 5 കാര്യം പഠിച്ചാൽ ആ വിഷയം മുഴുവനായിട്ടും കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധ്യമാവും. പക്ഷെ എന്ത് വേണമെച്ചാൽ ഒഴിഞ്ഞിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് വായിക്കാനും ഒന്ന് പഠിക്കാനും ഒന്ന് കണ്ടെത്താനും നമ്മൾ തയ്യാറാവണം. സിമ്പിളാണ് സംഗതി, ഒന്ന് മെനക്കെട്ടാൽ മതി എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. കാരണം നമുക്ക് ഇലാഹിയായ ഒരു തൗഫീഖ് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഉസ്താമാരൊന്ന് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ സുന്ദര രൂപത്തെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ വളരെ വേഗത്തിൽ സാധ്യമാവും. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും പഠിക്കണം, ചിന്തിക്കണം, മനസ്സിലാക്കണം, വായിക്കണം ഒക്കെ ആണെങ്കിലും ഈമാൻ അവസാനം ചെന്നിക്കുക മുത്തുനബിനോടുള്ള താല്പര്യത്തിൽ തന്നെയാണ്. അതുകൊണ്ട് മഹല്ലിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ മഹല്ലത്തേർക്ക് പൊന്നാര നബിയോട് എത്ര ഇഷ്ടമുണ്ടോ അതന്നെയാണ് ഓലെ ഈമാൻ്റെ അസ്ലി എന്ന് പറയുന്നത്. അതുകൊണ്ട് നല്ലോണം മധുഹുൻ നബി സംസാരിച്ചിട്ട് ആൾക്കാർക്ക് പുന്നാര നബിയോടുള്ള ഇഷ്ടം ഉണ്ടാക്കി തീർക്കുക. ബാക്കി ഓട്ടോമാറ്റിക് വരും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ ചേർക്കട്ടെ. ഈ ഒരുമിച്ച് കൂടൽ അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സാലിഹായ അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമ വലാ തജഅൽ മിന്നാ വലാ ഫീനാ വലാ മാനാ ശഖിയ്യൻ വലാ മത്റൂദൻ വലാ മഹ്റൂമ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഊസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.